2025 നടന്ന എല്ലാ PSC പരീക്ഷകളിലെയും മലയാളം ചോദ്യങ്ങൾ ഒരൊറ്റ സെഷനിലാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. 2026 പരീക്ഷ എഴുതാൻ പോകുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് പ്രയോജനപ്പെടും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ചോദ്യങ്ങളിലെ ബഹുഭൂരിപക്ഷം ചോദ്യങ്ങളും 2026 ആവർത്തിക്കും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ 100% നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു സെഷനുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. കാര്യത്തിലേക്ക് കടക്കുന്നു. 2025 മലയാളം ചോദ്യങ്ങളിലേക്ക് PSC പരീക്ഷയിൽ ചോദിച്ച പ്രധാനപ്പെട്ട മലയാളം ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇതിന്റെ വിശദാംശങ്ങളും വിശദീകരണങ്ങളുമായിട്ട് നമ്മൾ പിന്നീട് വരും. ഇത് ചോദ്യവും അതിന്റെ ഉത്തരവും. കാര്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഏത് പരീക്ഷയാണെന്ന് കൂടി അറിഞ്ഞിരിക്കണമല്ലോ. 172/2025 കോഡിൽ ഇറങ്ങിയ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയിലെ ചോദ്യങ്ങളാണ് ആദ്യം നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പദം ഏത്? അതിരഥൻ എന്ന വാക്ക് എങ്ങനെയാണ് ശരിയായിട്ട് എഴുതേണ്ടത്? ഓപ്ഷൻ എ അതിരഥൻ, ഓപ്ഷൻ ബി അതിരഥൻ, ഓപ്ഷൻ സി അതിരഥൻ, ഓപ്ഷൻ ഡി അതിരഥൻ. ഇതിൽ ഏതാണ് ശരിയായ പദം എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. നിങ്ങളൊരു കടലാസും പേനയുമായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഓരോ ചോദ്യങ്ങളുടെയും ഉത്തരം നിങ്ങൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പരീക്ഷകൾ എഴുതിയിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ മൊത്തത്തിലൊരു മലയാളം പരീക്ഷ എഴുതിയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് നേടാൻ സാധിക്കുമായിരുന്നു എന്ന് അറിയാൻ കൂടി ഈ ഒരു സെഷൻ നിങ്ങളെ സഹായിക്കും. അപ്പൊ ഞാൻ ഉത്തരം പറയുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക? ചോദ്യ നമ്പർ ഇട്ടതിന് ശേഷം ഉത്തരം എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ സി അല്ലെങ്കിൽ ഡി മാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറയാൻ പോകുന്നു. മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്യുക, അതിനുശേഷം തുടർന്ന് കാണുക. അതിരഥൻ എന്ന വാക്ക് എങ്ങനെയാണ് എഴുതേണ്ടത്? ഓപ്ഷൻ എ അതിരഥൻ ഇങ്ങനെയാണ് എഴുതേണ്ടത്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഉപക്രമം എന്ന വാക്കിന്റെ വിപരീതമായി വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ എ ക്രമം, ഓപ്ഷൻ ബി വിപ്രമം, ഓപ്ഷൻ സി ഉപമം, ഓപ്ഷൻ ഡി ഉപസംഹാരം. ഏതാണ് ശരിയായ ഉത്തരം? ഉപക്രമം എന്ന വാക്കിന്റെ വിപരീതം. ഉത്തരം പറയാൻ പോകുന്നു ഉപസംഹാരം. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഉപക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രൊഡക്ഷൻ ആണ്. പുസ്തകങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ പുസ്തകത്തിന്റെ ആദ്യ താളുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉപക്രമമാണ്. പുസ്തകത്തിന്റെ ഒടുവിൽ കാണാൻ സാധിക്കുന്നതാണ് എന്ത്? ഉപസംഹാരം. അപ്പൊ തുടക്കവും ഒടുക്കവും എന്ന അർത്ഥത്തിലാണ് ഉപക്രമത്തിന്റെ വിപരീതമായിട്ട് ഉപസംഹാരം വരുന്നത്. അടുത്തത് മൂന്നാമത്തെ ചോദ്യം ഇതാണ്. പൂവമ്പ് എന്ന പദം പിരിച്ചെഴുതുക. പൂവ് അധികം അമ്പ്, പൂ അധികം അമ്പ്, പൂം അധികം അമ്പ്, പൂ അധികം വമ്പ്. ഏതാണ് ശരിയായ ഉത്തരം? പൂവമ്പ് എന്ന് എങ്ങനെയാണ് പിരിച്ചെഴുതേണ്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. പൂ അധികം അമ്പാണ് എന്താകുന്നത്? പൂവമ്പ് ആകുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ തന്നിരിക്കുന്നതിൽ സ്ത്രീലിംഗത്തിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ എ നങ്ങ്യാർ, ഓപ്ഷൻ ബി കൈമൾ, ഓപ്ഷൻ സി തപസ്വി, ഓപ്ഷൻ ഡി സഞ്ചാരി. ഇതിൽ സ്ത്രീലിംഗം എന്ന വിഭാഗത്തിൽ പെടുത്താവുന്ന ഒറ്റ പദമേയുള്ളൂ. അതേതാണ്? ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. നങ്ങ്യാർ എന്നുള്ളതാണ് സ്ത്രീലിംഗ പദം. നമ്പ്യാർ എന്ന വാക്കിന്റെ സ്ത്രീലിംഗ പദമാണ് നങ്ങ്യാർ. കൈമൾ എന്നുള്ളത് പുല്ലിംഗ പദമാണ്. കുഞ്ഞമ്മ എന്നുള്ളതാണ് സ്ത്രീലിംഗ പദം. തപസ്വി പുല്ലിംഗ പദമാണ്. തപസ്വിനി എന്നുള്ളതാണ് സ്ത്രീലിംഗ പദം. സഞ്ചാരി എന്നത് പുല്ലിംഗ പദമാണ്. സഞ്ചാരിണി എന്നുള്ളതാണ് സ്ത്രീലിംഗ പദം. അടുത്ത ചോദ്യത്തിലേക്ക്, അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മഞ്ഞ് എന്നർത്ഥം വരാത്ത പദം ഏതാണ്? ഹിമം, തൂലം, നിഹാരം, തുകിനം. ഇതിൽ ഏതോ ഒരു പദം മാത്രം മഞ്ഞിന്റെ പര്യായമല്ല. ആ പദം കണ്ടെത്താനാണ് ചോദ്യം. ഉത്തരം കിട്ടിയോ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. തൂലം എന്നുള്ളത് മഞ്ഞിന്റെ പര്യായമല്ല. ഹിമം, നീഹാരം, തുകിനം, തുഹിനം ഇതൊക്കെ എന്താണ്? മഞ്ഞിന്റെ പര്യായമാണ്. തൂലം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? പഞ്ഞിയാണ്. പഞ്ഞിയെയാണ് എന്തു പറയുന്നത്? തൂലം എന്ന് പറയുന്നത്. അത് മഞ്ഞിന്റെ പര്യായമല്ല. ആറാമത്തെ ചോദ്യം, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയിലെ ആറാമത്തെ ചോദ്യം.
താഴെ തന്നിട്ടുള്ളവയിൽ ബഹുവചനത്തിന് ഉദാഹരണമേത്? ഓപ്ഷൻ എ വൈദ്യർ, ഓപ്ഷൻ ബി ശൂദ്രർ, ഓപ്ഷൻ സി പണിക്കർ, ഓപ്ഷൻ ഡി മിടുക്കർ. ഇതിൽ ബഹുവചനത്തിന് ഉദാഹരണം ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം കിട്ടിയോ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മിടുക്കർ എന്നുള്ളതാണ് ബഹുവചനത്തിന് ഉദാഹരണമായിട്ട് വരുന്നത്. വൈദ്യർ, ശൂദ്രർ, പണിക്കർ തുടങ്ങിയ വാക്കുകളുടെ ഒടുവിൽ അർ എന്ന ശബ്ദം കാണാമെങ്കിലും അത് ഒരു വ്യക്തിയെ കുറിക്കുന്നതാണ്, പൂജക ബഹുവചനമാണ്. രൂപം കൊണ്ട് ബഹുവചനമാണെങ്കിലും അർത്ഥം കൊണ്ടത് ഏകവചനമാണ്. പക്ഷെ മിടുക്കർ എന്ന് പറയുന്നതോ മിടുക്കനും മിടുക്കിയും ഉൾപ്പെടുന്നതാണ്. മിടുക്കർ എന്ന വിഭാഗം അത് അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. അമരം പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥമായി വരുന്ന പ്രയോഗമേത്? ഓപ്ഷൻ എ ശരിയായി പിടിക്കുക, ഓപ്ഷൻ ബി വെളിച്ചമില്ലാതാക്കുക, ഓപ്ഷൻ സി വഴി കാണിക്കുക, ഓപ്ഷൻ ഡി കഠിന പ്രയത്നം ചെയ്യുക. അമരം പിടിക്കുക ഏതാ ശരിയായ ഉത്തരം? ഓപ്ഷൻ സി ആണ്, വഴി കാണിക്കുക. അമരം പിടിക്കുക, വഴി കാണിക്കുക. അല്ലെ, വഞ്ചിയുടെ പുറകുവശത്ത് എഴുന്നേറ്റ് നിൽക്കുന്നയാളാണ് വഞ്ചിയുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അമരക്കാരൻ എന്ന് പറയുന്നത്. ബാക്കി വഞ്ചിയുടെ മുന്നിൽ ഇരിക്കുന്നവർക്കൊക്കെ വഞ്ചിയുടെ സ്പീഡ് കൂട്ടാൻ പറ്റുമെന്നേ ഉള്ളൂ. പക്ഷെ ഏത് ഗതിയിലാണ് പോകേണ്ടത്, ഏത് വഴിയാണ് പോകേണ്ടത് എന്ന് നിർണയിക്കുന്നത് അമരത്ത് നിൽക്കുന്ന അമരക്കാരനാണ്. അപ്പോ അമരം പിടിക്കുക എന്ന് പറഞ്ഞാൽ ഗതി നിർണയിക്കുക. ഒരു സിനിമയിലെ ഡയറക്ടറുടെ റോളാണ് ഒരു വള്ളത്തിൽ അമരക്കാരനുള്ളത്. കിട്ടിയോ? അപ്പോ വഴി കാണിക്കുക എന്നുള്ളത് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം. കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നതിന്റെ ഒറ്റപ്പദം ഏതാണ്? ഓപ്ഷൻ എ പിപാസു, ഓപ്ഷൻ ബി ബുഭുക്ഷു, ഓപ്ഷൻ സി പിപാസൻ, ഓപ്ഷൻ ഡി ബുഭുക്ഷൻ. ഏതാ ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, പിപാസു. കുടിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. കുടിക്കാനുള്ള ആഗ്രഹമാണെന്ത്? പിപാസ. അപ്പൊ ബുഭുക്ഷു ആരാണ്? ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നുള്ളതിന്റെ ഒറ്റപ്പദമാണ് ബുഭുക്ഷു. ബുഭുക്ഷ എന്ന് പറഞ്ഞാലോ ഭക്ഷിക്കാനുള്ള ആഗ്രഹം അഥവാ വിശപ്പിന്റെ പര്യായമാണ്. പിപാസൻ, ബുഭുക്ഷൻ തുടങ്ങിയ വാക്കുകളില്ല, നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. 10, 15 എന്ന പദത്തെ ഘടക പദങ്ങളാക്കുക. ഓപ്ഷൻ എ 10ഉം 15ഉം, ഓപ്ഷൻ ബി 10ഓ 15ഓ, ഓപ്ഷൻ സി 15ൽ 10, ഓപ്ഷൻ ഡി 10 അല്ലെങ്കിൽ 15. ഏതാ ശരിയായ ഉത്തരം? 10, 15 എന്ന പദത്തെ എങ്ങനെ ഘടകപദമാക്കാം? 10ഓ 15ഓ. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 10ഉം 15ഉമല്ല, 10ഓ 15ഓ. 5, 6, 5ഓ 6ഓ, 10, 20, 10ഓ 20ഓ. അങ്ങനെയാണ് വിഗ്രഹിക്കേണ്ടത്, അല്ലെങ്കിൽ ഘടകപദങ്ങൾ ആക്കേണ്ടത്. കിട്ടിയല്ലോ. അടുത്തത് 10ാമത്തെ ചോദ്യത്തിലേക്ക്. ടിറ്റ് ഫോർ ടാറ്റ് എന്ന ശൈലിയുടെ ശരിയായ പരിഭാഷ ഏത്? അടിപതറുക, ചരട് പിടിക്കുക, ഉരുളക്കുപ്പേരി, ചതുർത്ഥി കാണുക. ഏതാ ശരിയായ ഉത്തരം? ടിറ്റ് ഫോർ ടാറ്റ് അല്ലെങ്കിൽ കൗണ്ടർ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉരുളക്കുപ്പേരിയാണ്. നിങ്ങളെ പരിഹസിച്ചുവെങ്കിൽ അതേ നാണയത്തിൽ മറുപടി കൊടുക്കുന്നതിനെയാണ് എന്തു പറയുന്നത്? ടിറ്റ് ഫോർ ടാറ്റ് അല്ലെങ്കിൽ കൗണ്ടർ ബ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഉരുളക്കുപ്പേരിയാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കിക്കേ. സാഹിത്യത്തിൽ നിന്നുള്ള ചോദ്യമാണ്. 2025 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഓപ്ഷൻ എ ഇ സന്തോഷ് കുമാർ, ഓപ്ഷൻ ബി അശോകൻ ചെരുവില്, ഓപ്ഷൻ സി ബെന്യാമിൻ, ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രൻ. ഒടുവിൽ വയലാർ അവാർഡ് നേടിയ 4 പേരുടെ പേര് ഓർത്തുവെക്കാനുള്ള എളുപ്പ വഴിയാണ് ഹരിശ്രീ അശോകന് സന്തോഷമായി. 2022 ആർക്കാണ് കിട്ടിയത്? 2022 ഹരി എസ് ഹരീഷിന് മീശ എന്ന നോവലിന് പുരസ്കാരം. 2023 ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്ക് പുരസ്കാരം. 24 അശോകൻ ചെരുവിലിന്റെ കാട്ടൂർ കടവ് എന്ന നോവലിന് പുരസ്കാരം. ഏറ്റവും ഒടുവിൽ അല്ലെ 2026 ഇ സന്തോഷ് കുമാറിന്റെ തപോമയിയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് 49ാമത് വയലാർ അവാർഡ്. അതാണ് 2025 കേട്ടോ. 2025 പുരസ്കാരമാണ് ഒടുവിൽ പ്രഖ്യാപിച്ചത്. അത് 49ാമത്തെ പുരസ്കാരമാണ് കേട്ടോ. അത് ആർക്കാണ് കിട്ടിയത്? ഇ സന്തോഷ് കുമാറിനാണ് കിട്ടിയത്. ഇ സന്തോഷ് കുമാർ. ഓർത്തുവെക്കാനുള്ള എളുപ്പ വഴിയാണ് എന്ത്?
ഹരിശ്രീ അശോകന് സന്തോഷമായി. 24 ആർക്കാണ് കിട്ടിയത്? അശോകൻ ചരുവിലിന്റെ കാട്ടൂർ കടവ് എന്ന നോവലിന് പുരസ്കാരം. 2023 ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്ക് പുരസ്കാരം. 2022 ഹരിയാരാ? എസ് ഹരീഷ് അല്ലെ? എസ് ഹരീഷിന്റെ മീശ എന്ന നോവലിന് പുരസ്കാരം. ഓർക്കുന്നുണ്ടല്ലോ? ഹരിശ്രീ അശോകന് സന്തോഷമായി എന്ന് ഓർത്തു വെക്കുക. അപ്പൊ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: പി സച്ചിദാനന്ദന്റെ ഏത് നോവലിനാണ് കഥാപാത്രങ്ങൾക്ക് പേര് നൽകാത്തത്? ഓപ്ഷൻ എ മരണ സർട്ടിഫിക്കറ്റ്, ഓപ്ഷൻ ബി ജൈവ മനുഷ്യൻ, ഓപ്ഷൻ സി ഉത്തരായനം, ഓപ്ഷൻ ഡി ആൾക്കൂട്ടം. ഇത് 4 നോവലും എഴുതിയിരിക്കുന്നത് ആര് തന്നെയാണ്? ആനന്ദ് എന്ന പി സച്ചിദാനന്ദൻ തന്നെയാണ്. ഇതിലേതോ ഒരു നോവലിലെ കഥാപാത്രങ്ങൾക്ക് പേരില്ല. ഏതാണ് ആ നോവൽ എന്നതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. മരണ സർട്ടിഫിക്കറ്റ് എന്ന നോവലിലെ കഥാപാത്രങ്ങൾക്കാണ് പേര് ഇല്ലാത്തത്. കിട്ടിയല്ലോ? അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം: താഴെ പറയുന്നവയിൽ കിളിപ്പാട്ട് വൃത്തമായി അറിയപ്പെടുന്നത് ഏതാണ്? കിളിപ്പാട്ട് വൃത്തം തരങ്കിണിയാണോ, നദോന്നതയാണോ, മന്ദാക്രാന്തയാണോ, കേകയാണോ? ഇതിലേതാണ് കിളിപ്പാട്ട് വൃത്തം എന്ന പേരിൽ അറിയപ്പെടുന്നത്? ശരിയായ ഉത്തരം കിട്ടിയോ? ശരിയായ ഉത്തരം എന്ന് പറഞ്ഞാൽ ഇതിൽ ഉത്തരമില്ല എന്നുള്ളതാണ്. കാരണം കിളിപ്പാട്ട് വൃത്തം എന്നറിയപ്പെടുന്നത് കാകളിയാണ്. കിളിപ്പാട്ട് കൃതികൾ രചിക്കുന്നതിനു വേണ്ടി എഴുത്തച്ഛൻ കാകളി, ഊനകാകളി, ശ്ലഥകാകളി, കേക തുടങ്ങിയ വൃത്തങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അധികമായി ഉപയോഗിച്ചിട്ടുള്ളത് കാകളി വൃത്തത്തെ ആയതുകൊണ്ട് കാകളി വൃത്തമാണ് കിളിപ്പാട്ട് വൃത്തം എന്നറിയപ്പെടുന്നത്. കാകളി ഓപ്ഷനിൽ ഇല്ലാത്തത് കൊണ്ട് വേണമെങ്കിൽ കേകയെ പരിഗണിക്കാമെന്നേ ഉള്ളൂ. പക്ഷേ കിളിപ്പാട്ട് വൃത്തം കാകളിയാണ്. തരങ്കിണിയോ? തുള്ളൽ വൃത്തം തരങ്കിണിയാണ്. നദോന്നത വഞ്ചിപ്പാട്ട് വൃത്തം നദോന്നതയാണ്. മന്ദാക്രാന്ത സന്ദേശകാവ്യങ്ങളുടെ വൃത്തം എന്നറിയപ്പെടുന്നത് മന്ദാക്രാന്തയാണ്. കേക കിളിപ്പാട്ട് കൃതികളിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ കിളിപ്പാട്ട് വൃത്തമായിട്ട് പരിഗണിക്കാൻ ആവില്ല. അടുത്ത ചോദ്യം: മലയാളത്തിലെ ആദ്യ നിശബ്ദ ചലച്ചിത്രത്തിന്റെ പേര്? വിഗതകുമാരൻ, ബാലൻ, മാർത്താണ്ഡവർമ്മ, നീലക്കുയിൽ. ഏതാ ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം പറയാൻ പോകുന്നു. ഓപ്ഷൻ എ വിഗതകുമാരനാണ്. മലയാളത്തിലെ ആദ്യ ചിത്രം എന്ന് ചോദിച്ചാലും ആദ്യത്തെ നിശബ്ദ ചിത്രം എന്ന് ചോദിച്ചാലും വിഗതകുമാരൻ തന്നെയാണ്. JC ഡാനിയൽ സംവിധാനം ചെയ്ത വിഗതകുമാരനാണ് മലയാളത്തിലെ ആദ്യത്തെ ചലച്ചിത്രം. രണ്ടാമത്തെ മലയാള ചലച്ചിത്രവും നിശബ്ദ ചിത്രം തന്നെയായിരുന്നു. അതേതാ? മാർത്താണ്ഡവർമ്മ. മലയാളത്തിൽ 2 നിശബ്ദ ചിത്രങ്ങളെ ഇറങ്ങിയിട്ടുള്ളൂ. 1 വിഗതകുമാരൻ, 2 മാർത്താണ്ഡവർമ്മ. മൂന്നാമതിറങ്ങിയ ചിത്രം ഏതായിരുന്നു? ബാലനാണ്. ബാലന് ശബ്ദമുണ്ട്. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചിത്രമാണ് ഏത്? ബാലൻ. നീലക്കുയിലിന്റെ പ്രാധാന്യം എന്തു പറയാം? രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ ആദ്യ മലയാള ചലച്ചിത്രമാണ് നീലക്കുയിൽ. സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചലച്ചിത്രം രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത ഏതാണ്? ചെമ്മീനാണ്. അടുത്ത ചോദ്യം ഉണ്ടോ? ഇല്ല. ഉണ്ട്. മാപ്പിളപ്പാട്ടിലെ ഈണത്തിന്റെ താളക്രമം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്ന് വന്ന ചോദ്യമാണ്. മുഹയുദ്ദീൻ മാല എന്ന കൃതി 10ാം ക്ലാസ്സിൽ അതോ +2വിലോ പഠിക്കാനുണ്ട്. ആ പാഠപുസ്തകത്തിൽ നിന്നാണ് ഈ ചോദ്യം വന്നത്. പാട്ടിലെ ഈണത്തിന്റെ താളക്രമം അറിയപ്പെടുന്നത് കഴുത്താണോ, ഇശലാണോ, വാൽക്കമ്പിയാണോ, വാലുമ്മൽ കമ്പിയാണോ? താളക്രമം അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ്. ഇശൽ എന്നാണ് അറിയപ്പെടുന്നത്. കഴുത്ത്, കമ്പി, വാൽക്കമ്പി, വാലുമ്മൽ കമ്പി ഇതൊക്കെ പ്രാസദീക്ഷയാണ് കേട്ടോ. താളക്രമം ഇശലാണ്. ഇത്രയും ചോദ്യങ്ങളാണ്. ഒരു ചോദ്യം കൂടിയുണ്ട്. സാഹിത്യത്തിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യം. തക് ബുർണി എന്ന സമകാല നോവൽ രചിച്ചത് ആരാണ്? ആർ രാജശ്രീ ആണോ, വന്ദനയാണോ, വിനോയ് തോമസ് ആണോ, എസ് ഹരീഷ് ആണോ? ഇതിൽ ആരാണ് തക് ബുർണി എന്ന നോവൽ രചിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. വന്ദനയാണ് തക് ബുർണി എന്ന നോവൽ രചിച്ചത്.
ഇത്രയും ചോദ്യങ്ങളായിരുന്നു നമ്മുടെ പരീക്ഷയിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയിൽ ചോദിച്ചത്. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് December 6 നടന്ന വിമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പരീക്ഷയിലെ ചോദ്യങ്ങളിലേക്കാണ്. കോഡ് 167/25M ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എ ആണ്. ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ജനം എന്നെഴുതി ജനം എന്ന് ഉച്ചരിക്കുന്നു, എന്തുകൊണ്ട്? അല്ലെ, ഇവിടെ ജനം എന്നാ എഴുതിയിരിക്കുന്നേ. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ജനം എന്ന് ഉച്ചരിക്കുന്നത്? ഓപ്ഷൻ എ മൃദുവായതുകൊണ്ട്, ഓപ്ഷൻ ബി വ്യഞ്ജനമായതുകൊണ്ട്, ഓപ്ഷൻ സി ഔദാസീന്യ ന്യായം കൊണ്ട്, ഓപ്ഷൻ ഡി ദൃഢമായതുകൊണ്ട്. ശരിയായ ഉത്തരം പറയാൻ പോകുന്നു. ഓപ്ഷൻ സി ആണ് ഔദാസീന്യ ന്യായം. ജനം എന്ന് ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ ജനം എന്ന് ഉച്ചരിക്കുന്നത്. ഇതേ പ്രശ്നം രായിൽ ആരംഭിക്കുന്ന വാക്കുകൾക്കും ലായിൽ ആരംഭിക്കുന്ന വാക്കുകൾക്കും ഉണ്ട്. രണം അല്ലെങ്കിൽ രവി എന്ന് എഴുതിയിട്ട് നമ്മൾ രവി എന്ന് വായിക്കും. രണം എന്ന് എഴുതിയിട്ട് രണം എന്ന് വായിക്കും. പിന്നെ രണ്ട്, ആ വാക്കിന് മാത്രമാണ് ഒരു പ്രത്യേകത. രണ്ട് എന്ന് എഴുതി രണ്ട് എന്ന് വായിക്കുന്നു, അല്ലെ? രായിന്റെ ഉച്ചാരണം രായായിട്ട് നിൽക്കുന്നത് രണ്ട് എന്ന് ഉച്ചരിക്കുമ്പോൾ മാത്രമാണ്. രവി, രണം, രമണൻ എന്നൊക്കെ ഉച്ചരിക്കുന്നിടത്ത് രേ എന്ന ശബ്ദമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ല എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന വാക്കുകൾക്കുമുണ്ട്. ലക്ഷ്മണൻ എന്ന വാക്ക് ലക്ഷ്മണൻ എന്ന് എഴുതുകയും ലക്ഷ്മണൻ എന്ന് വായിക്കുകയും ചെയ്യുന്നു. ലവൻ എന്ന് എഴുതിയിട്ട് ലെവൻ എന്ന് വായിക്കുന്നു, അല്ലെ? ലെവൻ എന്ന് പറയാറുണ്ട്. അങ്ങനെ ലായിൽ ആരംഭിക്കുന്ന വാക്കുകൾ ലേ എന്ന ഉച്ചാരണത്തിലാണ് നമ്മൾ ഉച്ചരിക്കാറുള്ളത്. ഇതിന്റെ പിന്നിലെ കാരണം എന്താണ്? നമ്മുടെ ഉദാസീനത കൊണ്ട്, അല്ലെ? ര, ല, ജ എന്നൊക്കെ ഉച്ചരിക്കാനുള്ള മടി കൊണ്ടാണ് നമ്മൾ എങ്ങനെ ഉച്ചരിക്കുന്നത്? എ എന്ന ശബ്ദം ചേർത്ത് ഉച്ചരിക്കുന്നത്. അടുത്ത ചോദ്യം. ഡ്രൈവറുടെ അശ്രദ്ധ മൂലം തീവണ്ടി മറിഞ്ഞു. ഈ വാക്യത്തിലെ വിഭക്തി ഏതാണ്? സംബന്ധിക, സമാസ വിഭക്തി, സംയോജിക വിഭക്തി, മിശ്ര വിഭക്തി. ഡ്രൈവറുടെ അശ്രദ്ധ മൂലം തീവണ്ടി മറിഞ്ഞു. ഉടെ, ന്റെ, ഉടെ ഈ രണ്ട് വിഭക്തികളും, അല്ലെ? ഈ രണ്ട് പ്രത്യയങ്ങളും ഏത് വിഭക്തിയുടേതാണ്? അല്ലെ? ഉടമസ്ഥതയെ കുറിക്കുന്ന വിഭക്തി സംബന്ധിക വിഭക്തിയാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. സന്ദർഭാനുസരണം വേണ്ടത് ആലോചിച്ചു പ്രവർത്തിക്കാൻ മനസാന്നിധ്യവും പ്രാഗൽഭ്യവുമുള്ളവൻ എന്നുള്ളതിന്റെ ഒറ്റപ്പദം ഏതാണ്? ഓപ്ഷൻ എ പ്രത്യുൽപ്പന്ന മതി, ഓപ്ഷൻ ബി പ്രത്യക്ഷവാദി, ഓപ്ഷൻ സി പ്രത്യർത്ഥി, ഓപ്ഷൻ ഡി പ്രത്യുൽഗമനീയ. സന്ദർഭാനുസരണം വേണ്ടത് ആലോചിച്ച് പ്രവർത്തിക്കാൻ മനസാന്നിധ്യവും പ്രാഗൽഭ്യവുമുള്ളവനെ എന്ത് വിളിക്കാം? ഉത്തരം പറയാൻ പോകുന്നു. ഓപ്ഷൻ എ ആണ് പ്രത്യുൽപ്പന്ന മതി. എന്ന് പറഞ്ഞാൽ കാര്യകാരണങ്ങളെ വിശേഷണ ബുദ്ധിയോടെ തിരിച്ചറിയാനും അതിനോട് പ്രതികരിക്കാൻ കഴിവുള്ളവനെയുമാണ് പ്രത്യുൽപ്പന്ന മതി എന്ന് വിളിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ബാഹ്യമായി കരുത്തുറ്റത് എന്ന പ്രതീതി ജനിപ്പിക്കുന്നതും എന്നാൽ നിരുപദ്രവകാരിയുമാണെന്ന് സൂചിപ്പിക്കുന്ന ശൈലി ഏതാണ്? പുറമേ കരുത്തുറ്റതാണ് പക്ഷേ നിരുപദ്രവകാരിയാണ് എന്നർത്ഥം വരുന്ന ശൈലി. ഓപ്ഷൻ എ നാലും തുനിഞ്ഞ് നടക്കുക, ഓപ്ഷൻ ബി രണ്ടറ്റ വേല, ഓപ്ഷൻ സി മാരീച വിദ്യ, ഓപ്ഷൻ ഡി കടലാസുപുലി. ഏതാ ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കടലാസുപുലി. കാണുമ്പോ എന്താണ്? പുലിയുടെ രൂപമുണ്ട്, പക്ഷെ യഥാർത്ഥത്തിൽ ജീവനുള്ള പുലിയാണോ? അല്ല, കടലാസു പുലിയാണ്. ഓലപ്പാമ്പ് എന്ന് പറഞ്ഞാലും ഇതേ അർത്ഥം വരുന്ന ശൈലിയാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. അവളുടെ പേന കളഞ്ഞുപോയി. ഈ വാക്യത്തിലെ പോയി എന്ന പ്രയോഗത്തിന്റെ പ്രത്യേകത എന്ത്? ഓപ്ഷൻ എ കൃത്ത്, ഓപ്ഷൻ ബി അനുപ്രയോഗം, ഓപ്ഷൻ സി പ്രാക് പ്രയോഗം, ഓപ്ഷൻ ഡി തദ്ധിതം. ഇത് ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ആണ്. അനുപ്രയോഗം നിങ്ങൾക്ക് പഠിക്കാനുള്ളതല്ല, പക്ഷേ പരീക്ഷയിൽ ഇത് കയറി വന്നിരുന്നു. ഏതാ ശരിയായ ഉത്തരം? ഓപ്ഷൻ ബി അനുപ്രയോഗമാണ്. അവളുടെ പേന യഥാർത്ഥത്തിൽ കളയുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്, അവൾ എവിടെയും പോയിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാ കളഞ്ഞു പോയി എന്ന് പറഞ്ഞത്? അറിയാതെ സംഭവിച്ചതാണ്, മനഃപൂർവ്വം കളഞ്ഞതല്ല എന്ന അർത്ഥം കിട്ടാൻ ഈ പോയി എന്ന വാക്കിന് സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ അല്ലെ എക്സ്പ്രഷൻ കൂടി ക്രിയയോടൊപ്പം ആഡ് ചെയ്യുന്നതിന് ഇത്തരം വാക്കുകളെ ഉപയോഗിച്ചാൽ വിനയം, ആശ്ചര്യം, പതിവ്,
ഞെട്ടൽ തുടങ്ങിയ അർത്ഥത്തിൽ ഇത്തരം വാക്കുകളെ ക്രിയയോടൊപ്പം ഉപയോഗിക്കുന്നതിനെയാണ് എന്തു പറയുന്നത്? അനുപ്രയോഗം എന്ന് പറയുന്നത്. ഇത് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതല്ല, ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, സഖാവ് എന്ന വാക്കിന്റെ സ്ത്രീലിംഗ ശബ്ദം എന്താണ്? സഖാവി, സാമന്ത, സഖി, സഹപാഠിനി. ഏതാ ശരിയായ ഉത്തരം? സഖാവിന്റെ സ്ത്രീലിംഗ പദം സഖി എന്നുള്ളതാണ്. സഖാവ് കൂട്ടുകാരനാണ്, സഖി കൂട്ടുകാരിയാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ, ഐഹികം എന്ന വാക്കിന്റെ എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ്? പാരത്രികം, നാഗരികം, അജ്ഞാതം, ശിഥിലം. ഏതാ ശരിയായ ഉത്തരം? ഐഹികം എന്നാൽ ഈ ലോകത്തെ സംബന്ധിച്ചത്. അപ്പൊ പരലോകത്തെ സംബന്ധിച്ചത് എന്ന അർത്ഥം വരുന്ന പദം ഏതാ? പാരത്രികം. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. നാഗരികം എന്ന വാക്കിന്റെ വിപരീതം ഗ്രാമീണം. ജ്ഞാതം എന്ന വാക്കിന്റെ വിപരീതമാണ് അറിയാത്തത് എന്നർത്ഥം വരുന്ന അജ്ഞാതം. ശിഥിലം എന്ന വാക്കിന്റെ വിപരീതം ഏതാ? ദൃഢമാണ്. ദൃഢം വിപരീതം ശിഥിലം. അടുത്ത ചോദ്യം നോക്കിക്കേ, ശരിയായ പദം ഏത്? അഭ്യസ്ത വിദ്യൻ എന്ന വാക്ക് 4 തരത്തിൽ എഴുതിയിട്ട് ഇതിൽ ഏതാണ് ശരിയായ പദം എന്ന് ചോദിച്ചിരിക്കുന്നു. ഉത്തരം കിട്ടിയോ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അഭ്യസ്ത വിദ്യൻ, അഭ്യസിച്ച വിദ്യയോട് കൂടിയവൻ എന്നുള്ളതിന്റെ ഒറ്റപ്പദമാണ് അഭ്യസ്ത വിദ്യൻ. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കിക്കേ, ശൗരി, ശൂരസേനന്റെ വംശത്തിൽ ജനിച്ചവൻ. സമാസം ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ പ്രതിഗ്രാഹിക തൽപുരുഷൻ, ഓപ്ഷൻ ബി സംബന്ധിക തൽപുരുഷൻ, ഓപ്ഷൻ സി കർമ്മധാരയൻ, ഓപ്ഷൻ ഡി ബഹുവ്രീഹി. ഏതാ ശരിയായ ഉത്തരം? കൃഷ്ണനെയാണ് ഇങ്ങനെ വിളിക്കുന്നത്. ശൂരസേനന്റെ വംശത്തിലാണ് ശ്രീകൃഷ്ണൻ ജനിച്ചതത്രേ. അപ്പൊ ശൗരി എന്ന് പറഞ്ഞാൽ അത് ശ്രീകൃഷ്ണനാണ്. ശൂരസേനന്റെ വംശത്തിൽ ജനിച്ചവനാരോ അവൻ. വിഗ്രഹിക്കുമ്പോൾ 2 പദത്തിനുമല്ല അന്യപദാർത്ഥത്തിനാണ് പ്രാധാന്യമെങ്കിൽ അതിനെ എന്ത് വിളിക്കാം? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ബഹുവ്രീഹിയാണ്. താമരക്കണ്ണൻ, താമര ഇതൾ പോലെ കണ്ണോട് കൂടിയവനാരോ അവൻ. പീതാംബരൻ, പീതമായ അമ്പരത്തോട് കൂടിയവനാരോ അവൻ. ആദ്യത്തെ 2 വാക്കുകൾക്കുമല്ല മറ്റൊരു അർത്ഥത്തിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത് എങ്കിൽ, അന്യപദാർത്ഥ പ്രധാനമാണെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ബഹുവ്രീഹി സമാസം എന്ന് വിളിക്കുന്നത്. അടുത്ത ചോദ്യം, അക്രതു എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? വളവില്ലാത്തത്, ബുദ്ധിയില്ലാത്തത്, ആകൃതിയില്ലാത്തത്, ഭംഗിയില്ലാത്തത്. അക്രതു എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ ബി ആണ്, ബുദ്ധിയില്ലാത്തത് എന്നർത്ഥം വരുന്ന വാക്കാണ് അക്രതു. ഇനി വക്രം. വക്രം എന്ന് പറഞ്ഞാൽ എന്താണ്? വളഞ്ഞത് എന്നാണ്. അതിന്റെ വിപരീതമാണ് എന്ത്? ഋജു, അല്ലെ? ഋജു എന്ന് പറഞ്ഞാൽ വളവില്ലാത്തത് അല്ലെങ്കിൽ നേരെയുള്ളത് എന്നാണ് അർത്ഥം. അപ്പൊ ഓപ്ഷൻ എ ഋജുവാണ്. ആകൃതിയില്ലാത്തത് എന്ന് പറഞ്ഞാൽ കൃതിരഹിതം എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ആകൃതിരഹിതം എന്ന് പറഞ്ഞാൽ ആകൃതി ഇല്ലാത്തത് എന്നാണ്. അഭംഗി എന്ന് പറഞ്ഞാൽ ഭംഗിയില്ലാത്തത് എന്നാണ്. അടുത്ത ചോദ്യം സാഹിത്യവുമായി ബന്ധപ്പെട്ടതാണ്. താഴെ പറയുന്നവയിൽ ശരിയായത് കണ്ടെത്തുക. 1. 2025 ONV പുരസ്കാരം കവി N പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചു. 2. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖാണ്. 3. 2024 മാതൃഭൂമി ലിറ്റററി അവാർഡ് KR മീരയ്ക്കാണ് ലഭിച്ചത്. 4. 2024 വയലാർ അവാർഡ് നേടിയത് ശ്രീകുമാരൻ തമ്പിയാണ്. ഇതിൽ ഏതാണ് ശരിയായത് എന്നതാണ് ചോദ്യം. വളരെ എളുപ്പമാണ്, ഉത്തരം പറയാൻ പോകുന്നു. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 1ഉം 2ഉം മാത്രം ശരി. 2024 മാതൃഭൂമി ലിറ്റററി അവാർഡ് നേടിയത് ആരാണ്? ആലാഹയുടെ പെൺമക്കളും മറ്റും എഴുതിയ സാറാ ജോസഫിനാണ് പുരസ്കാരം ലഭിച്ചത്. 2024 വയലാർ അവാർഡ് നേടിയത് ആരാണ്? കാട്ടൂർ കടവ് എന്ന കൃതി എഴുതിയ അശോകൻ ചെരുവിലാണ്. അശോകൻ ചെരുവിലിനാണ് 2024 വയലാർ അവാർഡ് ലഭിച്ചത്. അപ്പൊ 3ഉം 4ഉം പ്രസ്താവനകൾ തെറ്റ്, 1ഉം 2ഉം മാത്രമാണ് ശരിയായ പ്രസ്താവനകൾ. അടുത്തത്, താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയായതേത്? 1. മോഹിനിയാട്ടം
കേരളത്തിന്റെ തനത് ലാസ്യ നൃത്ത കലാരൂപമാണ്. 2 ഭാരതി ശിവജി മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ട കലാകാരിയാണ്. 3 കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ കേരളത്തിലെ പ്രശസ്തയായ മോഹിനിയാട്ട നർത്തകിയായിരുന്നു. 4 മോഹിനിയാട്ടത്തിന്റെ വളർച്ചയ്ക്ക് സംഭാവനകൾ നൽകിയ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? 1ഉം 2ഉം മാത്രം, 2ഉം 3ഉം മാത്രം, 1ഉം 2ഉം 3ഉം മാത്രം, എല്ലാം ശരിയാണ്. ഏതാ ശരിയായ ഉത്തരം? ഓപ്ഷൻ ഡി ആണ്. ഈ തന്നിട്ടുള്ള 4 പ്രസ്താവനകളും ശരിയായ പ്രസ്താവനകളാണ്. അടുത്ത ചോദ്യം എന്താണ്? വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കാക്കി 2025 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായ ചരിത്രകാരൻ കൂടിയായ വ്യക്തി ആരാണ്? ഓപ്ഷൻ എ കേശവൻ വെളുത്താട്ട്, ഓപ്ഷൻ ബി MR രാഘവ വാര്യർ, ഓപ്ഷൻ സി രാജൻ ഗുരുക്കൾ, ഓപ്ഷൻ ഡി ഇവരാരുമല്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. MR രാഘവ വാര്യർക്കാണ് 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്. ഇത്രയും ചോദ്യങ്ങളായിരുന്നു ആ പരീക്ഷയിൽ ഉണ്ടായിരുന്നത്. അടുത്ത പരീക്ഷയിലേക്ക് കടക്കാം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയാണ്. ഓഗസ്റ്റ് 9-ാം തീയതി ആയിരുന്നു പരീക്ഷ. 102/2025 M എന്നതായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. ഒന്നാമത്തെ ചോദ്യം, കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ കെ സച്ചിദാനന്ദൻ, ഓപ്ഷൻ ബി മുരളി ചീരോത്ത്, ഓപ്ഷൻ സി നേമം പുഷ്പരാജ്, ഓപ്ഷൻ ഡി കരിവെള്ളൂർ മുരളി. ആരാ ശരിയായ ഉത്തരം? ഓപ്ഷൻ ബി ആണ്. മുരളി ചീരോത്താണ് നിലവിലെ കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ. ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാളികളും വർഷങ്ങളും താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി തെരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ എ SK പൊറ്റേക്കാട്ട് 1982, ഓപ്ഷൻ ബി തകഴി ശിവശങ്കരപിള്ള 1984, ഓപ്ഷൻ സി ONV കുറുപ്പ് 2009, ഓപ്ഷൻ ഡി MT വാസുദേവൻ നായർ 1998. ഇതിൽ ഒരെണ്ണം മാത്രമേ ശരിയുള്ളൂ. അതേതാ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. മലയാള സാഹിത്യത്തിന് ലഭിച്ച 3ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം 1984 നേടിയ തകഴി ശിവശങ്കര പിള്ളയുടേതാണ്. 65 G ശങ്കരക്കുറുപ്പ്, 80 SK പൊറ്റേക്കാട്ട്, 82 അല്ല 80. പിന്നെ 3ാമത് 84 തകഴി ശിവശങ്കരപിള്ള, 4ാമത് 1995 MT വാസുദേവൻ നായർ, 5ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം 2007 ONV കുറുപ്പ്. 2009 അല്ല 2007 ONV കുറുപ്പ്. 6ാമത് ജ്ഞാനപീഠം 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക്. അങ്ങനെ 6 പേർക്കാണ് മലയാളത്തിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. പിന്നെ അടുത്ത ചോദ്യം, ആദ്യത്തെ മലയാള പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ച സ്ഥലം ഏതാണ്? ഓപ്ഷൻ എ വക്കം, ഓപ്ഷൻ ബി ഇല്ലിക്കുന്ന്, ഓപ്ഷൻ സി ചെറുതുരുത്തി, ഓപ്ഷൻ ഡി കോഴിക്കോട്. അല്ലെ, ഗുണ്ടർട്ടിന്റെ ആ മേൽനോട്ടത്തിൽ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്നാണ്? എല്ലാവർക്കും അറിയാം, ഇല്ലിക്കുന്നിൽ നിന്നാണ്. ഓപ്ഷൻ ബി ഇല്ലിക്കുന്നാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, അടിവരയിട്ടതിൽ സന്ദർഭത്തിന് അനുയോജ്യമായ പദം ഏതാണ്? ശിരസിന്റെ അർത്ഥം തല, നിന്റെ ഈ വരവിന്റെ ഉദ്ദേശം എന്ത്? സി എല്ലാത്തിനും ഒരേ വ്യവസ്ഥ വേണ്ട, ഡി നേതാവിനെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. അനുയോജ്യമായ പദം എവിടെ മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ സിയിൽ മാത്രമാണുള്ളത്. വ്യവസ്ഥ എന്ന് എഴുതിയിരിക്കുന്നത് ശരിയാണ്, ബാക്കി 3 വാക്കുകളും തെറ്റാണ്. അർത്ഥം എന്നാണ് വേണ്ടത്, മീനിങ് എന്നർത്ഥം വരുന്ന വാക്കാണ്. പിന്നെ നിന്റെ വരവിന്റെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിക്കുന്നിടത്ത് ഉദ്ദേശ്യം എന്നാണ് വേണ്ടത്. പിന്നെ ഐക്യകണ്ഠേനയല്ല ഐകകണ്ഠ്യേന എന്നുള്ളതാണ് ശരിയായ പദം. ഇതാണ് ശരിയായ പദം, ഇത് തെറ്റാണ്. കിട്ടിയല്ലോ. അപ്പൊ ഉത്തരം സി ആണ്. അടുത്ത ചോദ്യം, വചനപ്രത്യയം ഇല്ലാത്ത വരി ഏതാണ്? ഓപ്ഷൻ എ ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ. ഓപ്ഷൻ ബി തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. ഓപ്ഷൻ സി ഒന്നല്ലി നാമയി സഹോദരരല്ലി
പൂവേ ഒന്നല്ലി കയ്യിഹ രചിച്ചതു നമ്മെയെല്ലാം. ഡി കണ്ണേ മടങ്ങുക കരഞ്ഞും അലിഞ്ഞും ആശും അണ്ണാകും ഈ മലര് വിസ്തൃതമാകും ഇപ്പോൾ. ഇതിലേതോ ഒരു വരിയിൽ മാത്രം വചനപ്രത്യയമില്ല. ആ വരി കണ്ടെത്താനാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. കണ്ണേ മടങ്ങുക കരഞ്ഞും അലിഞ്ഞും ആശും അണ്ണാകും ഈ മലര് വിസ്മൃതമാകും ഇപ്പോൾ. ഇവിടെ മലർ എന്ന വാക്കുണ്ട്. മലർ എന്ന വാക്കിന്റെ ഒടുവിൽ കാണുന്നത് അർപ്രത്യയമല്ല. മലർ എന്ന വാക്കിന് പൂവ് എന്നാണ് അർത്ഥം. മലരുകൾ എന്ന് പറയുമ്പോഴാണ് അത് എന്താകുന്നത്? പൂക്കൾ എന്ന വാക്കിന്റെ പര്യായമാകുന്നത്. ബാക്കിയിടങ്ങളിലെല്ലാം വചനപ്രത്യയം നമുക്ക് കാണാം. ദാ പൂക്കൾ, ഇവിടെ കൾ എന്ന വചനപ്രത്യയമുണ്ട്. പിന്നെ തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽ പൂമ്പാറ്റകൾ. പൂമ്പാറ്റകൾ അല്ലേ ഇതെല്ലാം. ഇവിടെ കൾപ്രത്യയം കാണാം. ഒന്നല്ലി നാമയി സഹോദരരല്ലി. സഹോദരർ അർ എന്നുള്ളതും വചനപ്രത്യയമാണ്. ഓപ്ഷൻ ഡിയിൽ മാത്രമാണ് വചനപ്രത്യയം ഇല്ലാത്തത്. എയിലും ബിയിലും സിയിലും എന്തുണ്ട്? വചനപ്രത്യയം ഉണ്ട്. അടുത്ത ചോദ്യം, ശരിയായ പര്യായ പദം ഏത്? അച്ഛൻ ജനയിതാവ്, ജ്യേഷ്ഠൻ കനിഷ്ഠൻ, അമ്മ ജനിതാവ്, അമ്പ് ചാപം. ഏതാ ശരിയായ പര്യായ പദം? ഓപ്ഷൻ എ ആണ് അച്ഛൻ ജനയിതാവ്. കനിഷ്ഠൻ എന്നാൽ ജ്യേഷ്ഠനല്ല, അത് അനിയന്റെ പര്യായമാണ്. കനിഷ്ഠന്റെ വിപരീത പദമാണ് ജ്യേഷ്ഠൻ. അമ്മ ജനിതാവല്ല. ജനിതാവ് എന്ന വാക്കിന്റെ അർത്ഥവും അച്ഛൻ എന്ന് തന്നെയാണ്. ജനയിത്രി എന്ന് പറഞ്ഞാലാണ് അത് അമ്മയുടെ പര്യായമാകുന്നത്. ചാപം എന്നാൽ അമ്പല്ല, ചാപം വില്ലിന്റെ പര്യായമാണ്. അപ്പൊ ബിയും സിയും ഡിയും തെറ്റ്, എ മാത്രമാണ് ശരിയായത്. അടുത്ത ചോദ്യം, കേരള സർക്കാർ കത്തുകളിൽ ഇംഗ്ലീഷിലെ ഫ്രം എന്നതിനു പകരം ഉപയോഗിക്കാൻ നിശ്ചയിക്കപ്പെട്ട വാക്ക് ഏതാണ്? ഫ്രമിന് പകരം പ്രേഷിതൻ, പ്രേക്ഷകൻ, പ്രേക്ഷിതൻ, പ്രേക്ഷകൻ. ഏതാണ് ശരിയായ ഉത്തരം? ഫ്രം എന്നതിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന പദം പ്രേക്ഷകനാണ്. പ്രേഷിതൻ എന്നുള്ളതാണ് ടു. പ്രേഷിതൻ അല്ലെങ്കിൽ സ്വീകർത്താവ് ടു ആണ്. പ്രേക്ഷിതൻ എന്ന് പറഞ്ഞാലോ കാണപ്പെടുന്നവനാണ്. പ്രേക്ഷകൻ എന്ന് പറഞ്ഞാലോ കാണുന്നവനാണ്. ഒരുപാട് പരീക്ഷകളിൽ ഈ ചോദ്യം ആവർത്തിച്ചിട്ടുണ്ട് കേട്ടോ. 2026 തീർച്ചയായിട്ടും ഇത് ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അടുത്ത ചോദ്യം, പിരിച്ചെഴുതിയാൽ ശരിയായതേത്? കേട് അധികം തു കേട്ടു, കല്ല് അധികം മതം കന്മതം, ധനം അധികം തേ ധനത്തെ, കൺ അധികം നീർ കണ്ണീർ. ഇതിൽ ശരിയായതേത് എന്നതാണ് ചോദ്യം. ഉത്തരം വളരെ എളുപ്പമാണ്. ഓപ്ഷൻ ഡി, കൺ അധികം നീരാണ് കണ്ണീർ. കേട്ടു എന്ന വാക്ക് പിരിച്ചെഴുതേണ്ടത് കേൾ അധികം തൂവാണ് കേട്ടുവാകുന്നത്. പിന്നെ കൽ അധികം മതമാണ് എന്താകുന്നത്? കന്മതമാകുന്നത്. ധനം അധികം ഏ ആണ് എന്താകുന്നത്? ധനത്തെ എന്നാകുന്നത്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, ശരിയായ വിപരീത പദങ്ങൾ ഏതെല്ലാം? അബദ്ധം സുബദ്ധം, ദക്ഷിണം പ്രദക്ഷിണം, ബാഹ്യം അന്തരം, ഖണ്ഡനം മണ്ഡനം. ഇതിൽ ശരിയായ വിപരീത പദങ്ങൾ ഏതെല്ലാം? 1ഉം 4ഉം, 1ഉം 2ഉം, 1 മാത്രം, 1ഉം 3ഉം. ഏതാ ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 4ഉം മാത്രമാണ് ശരി. ദക്ഷിണം എന്ന വാക്കിന്റെ വിപരീതം, ദക്ഷിണം എന്ന വാക്കിന് തെക്ക് എന്നാണ് അർത്ഥം. വടക്ക് എന്ന അർത്ഥം വരുന്ന വാക്ക് ഉത്തരമാണ്. പിന്നെ ബാഹ്യം എന്ന വാക്ക്, അതിന്റെ വിപരീത പദം ബാഹ്യം എന്നുള്ളത് പുറത്ത്. അന്തരം എന്ന വാക്കിന് വ്യത്യാസം എന്നാണ് അർത്ഥം. ബാഹ്യം എന്നുള്ളതിന്റെ വിപരീത പദം എന്താണ്? ആഭ്യന്തരമാണ്. ആഭ്യന്തരം, ഉള്ളിലുള്ളത് ആഭ്യന്തരം, പുറമേയുള്ളത് ബാഹ്യം. ആഭ്യന്തര പ്രശ്നങ്ങളും ബാഹ്യ പ്രശ്നങ്ങളും നമ്മൾ ഉപയോഗിക്കാറുള്ളതാണ് അല്ലേ? അന്തരമല്ല, ആഭ്യന്തരമാണ് ശരിയായ പദം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ കൊടുത്തിട്ടുള്ള വാക്യത്തിൽ തെറ്റുള്ള ഭാഗങ്ങൾ ഏവ? 1 വിദ്യാർത്ഥികൾ അവധിക്കാലം, 2 ചെലവഴിക്കുന്നതിനെ കുറിച്ച്, 3 അധ്യാപകരും രക്ഷിതാക്കളോടും, 4 ആലോചിക്കേണ്ടതാണ്. ഇതിൽ തെറ്റുള്ള ഭാഗങ്ങൾ ഏവ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 3 മാത്രം, 1ഉം 2ഉം, 2ഉം 3ഉം, 3ഉം 4ഉം. ഏതാ ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം. വിദ്യാർത്ഥികൾ അവധിക്കാലം, ഇത് ശരിയാണ്. ചിലവ് എന്നല്ല,
ചെലവ് എന്നുള്ളതാണ് ശരിയായ പദം. അതുപോലെ അധ്യാപകരും രക്ഷിതാക്കളോടും എന്നല്ല, അധ്യാപകരോടും രക്ഷിതാക്കളോടും ആലോചിക്കേണ്ടതാണ്. കിട്ടിയോ? അധ്യാപകരോടും രക്ഷിതാക്കളോടും ആലോചിക്കേണ്ടതാണ്. അപ്പോ 2ഉം 3ഉം തെറ്റാണ്. 1ഉം 4ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളതിൽ സമാനാർത്ഥം വരാത്ത പ്രയോഗം ഏവ? ഓപ്ഷൻ എ ഐകമത്യം മഹാബലം, ഓപ്ഷൻ ബി നാരുകൾ ചേർന്നുള്ള കയറാൽ പാരിൽ കെട്ടുന്നു ദന്തിയെ, സി ഒരു പടി അടച്ചാൽ 9 പടി തുറക്കും, ഓപ്ഷൻ ഡി ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം. ഇതിലേതാണ് സമാനാർത്ഥം വരാത്ത പ്രയോഗം എന്നതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഒരു പടി അടച്ചാൽ 9 പടി തുറക്കും. ബാക്കിയുള്ള 3ഉം എന്തിനെ കുറിക്കുന്നു? യൂണിറ്റിയെ കുറിക്കുന്നു. ഒരുമിച്ച് നിന്നാലുള്ള പ്രയോജനത്തെയാണ് എയും ബിയും ഡിയും കുറിക്കുന്നത്. പക്ഷേ ഓപ്ഷൻ സി ഒരു പടി അടച്ചാൽ 9 പടി തുറക്കും. നമുക്ക് മുന്നിൽ സാധ്യതകൾ അവസാനിക്കുന്നില്ല എന്ന അർത്ഥം വരുന്ന ചൊല്ലാണ് ഓപ്ഷൻ സിയിൽ കാണാനാകുന്നത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതിന്റെ ഒറ്റപ്പദമാണ് ഭാഗിനേയൻ? അമ്മയുടെ അനുജൻ, അച്ഛന്റെ സഹോദരൻ, മകളുടെ മകൻ, സഹോദരിയുടെ മകൻ. ഏതാ ശരിയായ ഉത്തരം? ഭാഗിനേയൻ സഹോദരിയുടെ മകനാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, വ്യത്യസ്തമായ സമാസമുള്ള പദമേത്? മരപ്പൊടി, പീതാംബരൻ, സുമുഖി, നാൻമുഖൻ. ഇതിൽ വ്യത്യസ്തമായി നിൽക്കുന്നത് ഏതാണ് എന്നതാണ് ചോദ്യം. ആലോചിച്ച് ഉത്തരം എഴുതണം. ഉത്തരം അറിയില്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് ആലോചിച്ച് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, മരപ്പൊടി. മരപ്പൊടി വിഗ്രഹിക്കുമ്പോ മരത്തിന്റെ പൊടി എന്നാണ് കിട്ടുന്നത്. പീതാംബരൻ, പീതമായ അമ്പരത്തോട് കൂടിയവൻ ആരോ അവൻ എന്ന് വിഗ്രഹിക്കാം. സുമുഖി, സുവായ മുഖത്തോട് കൂടിയവൾ, അതായത് നല്ല മുഖത്തോട് കൂടിയവൾ ആരോ അവൾ, ബഹുവ്രീഹിയാണ്. 4 മുഖത്തോട് കൂടിയവൻ ആരോ അവൻ, ബ്രഹ്മാവിന്റെ പര്യായമാണ്. ബിയും സിയും ഡിയും ബഹുവ്രീഹി സമാസമാണ്. മരപ്പൊടി, മരത്തിന്റെ പൊടി എന്നുള്ളത് സംബന്ധിക തൽപുരുഷനാണ്. അതുകൊണ്ട് വ്യത്യസ്തമായത് മരപ്പൊടിയാണ്. അടുത്ത ചോദ്യ പേപ്പറിലേക്ക് പോകുന്നു. ലിഫ്റ്റ് ഓപ്പറേറ്റർ. നവംബർ 15 നടന്ന പരീക്ഷയാണ്. 149/2025 ആയിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. ചോദ്യം നോക്കിക്കേ. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി എഴുതിയ വാക്ക് ഏതാണ്? അഗാധം, വൃശ്ചികം, വിദ്വാൻ, ശ്രേഷ്ഠം. ഇതിൽ ശരിയായി എഴുതിയ വാക്ക് ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ശ്രേഷ്ഠമാണ്. അഗാധം എന്നെങ്ങനെയാണ് എഴുതേണ്ടത്? അഗാധം ഇങ്ങനെയാണ്. പിന്നെ വൃശ്ചികം എങ്ങനെയാ എഴുതേണ്ടത്? ഷായും ചായും കഴിഞ്ഞിട്ട് കം എന്ന അക്ഷരമാണ്. വിദ്വാൻ എന്നെങ്ങനെയാണ് എഴുതേണ്ടത്? വിദ്വാൻ ഇതായാണ് വേണ്ടത്. അപ്പൊ ശരിയായി എഴുതിയിരിക്കുന്നത് ശ്രേഷ്ഠം മാത്രമാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. മയിൽ എന്നതിന്റെ പര്യായ പദം അല്ലാത്തതേത്? ബർഹി, ശിഖി, കീരം, കേകി. ഇതിൽ മയിലിന്റെ പര്യായം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, കീരമാണ്. കീരം ആരാണ്? കീരം തത്തയുടെ പര്യായമാണ്. ബർഹി, ശിഖി, കേകി എന്നിവ മയിലിന്റെ പര്യായമാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. തെറ്റായ അർത്ഥമുള്ള ജോഡി കണ്ടെത്തുക. ഭ്രമരം, വണ്ട്, നവനീതം, പ്രാവ്, പരഭൃതം, കുയില്, നളിനം, താമര. തെറ്റായ അർത്ഥമുള്ളത് ഏതാ? ഓപ്ഷൻ ബി ആണ്, നവനീതം, പ്രാവ്. നവനീതം എന്ന് പറഞ്ഞാൽ വെണ്ണ എന്നാണ് അർത്ഥം, പ്രാവിന്റെ അല്ല. നവനീതം വെണ്ണയുടെ പര്യായമാണ്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യം നോക്കിക്കേ. ജഗന്നാഥൻ എന്ന വാക്ക് പിരിച്ചെഴുതിയാൽ എന്താണ് കിട്ടുക? ജഗൻ അധികം നാഥൻ, ജഗത് അധികം നാഥൻ, ജഗ അധികം നാഥൻ, ജഗന അധികം നാഥൻ. ഏതാ ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ജഗത് അധികം നാഥനാണ് ജഗന്നാഥനാകുന്നത്. രണ്ടാമത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരം അനുനാസികമായതുകൊണ്ട്. ഏതൊക്കെ അനുനാസികം? ങ, നമ. ഈ 5 അക്ഷരങ്ങളെയാണ് അനുനാസിക വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. ഈ പറയുന്ന അനുനാസിക വർണ്ണം രണ്ടാമത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരമായിട്ട് വന്നാൽ ആദ്യത്തെ വാക്കിന്റെ
ഒടുവിലുള്ള അക്ഷരത്തെയും അതെന്താക്കി മാറ്റും? അനുനാസികമാക്കി മാറ്റും. അങ്ങനെ ജഗത് എന്നുള്ളത് ജഗന് എന്നാകും. പിന്നെ പഴയ പോലെ നാഥനും. അപ്പോ നായും അടുപ്പിച്ച് വരുന്നത് കൊണ്ട് ജഗന്നാഥൻ എന്ന് കിട്ടുന്നു. കണ്ടോ? ഇതിനെ അനുനാസികാദി പ്രസരം എന്നാണ് പറയുന്നത്. അപ്പൊ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്തത് 5ാമത്തെ ചോദ്യം. കഷ്ടപ്പെടുത്തുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏതാണ്? ഓപ്ഷൻ എ ശതകം ചൊല്ലിക്കുക, ഓപ്ഷൻ ബി ശിങ്കിടി പാടുക, ഓപ്ഷൻ സി മലമറിക്കുക, ഓപ്ഷൻ ഡി ചെണ്ട കൊട്ടിക്കുക. കഷ്ടപ്പെടുത്തുക എന്ന അർത്ഥം വരുന്ന ശൈലി. ഉത്തരം ഓപ്ഷൻ എ ആണ്. ശതകം ചൊല്ലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം കഷ്ടപ്പെടുത്തുക എന്നാണ്. ശിങ്കിടി പാടുക എന്ന് പറഞ്ഞാലോ അനുയായിയായി കൂടുക, ദാസ്യവൃത്തി അല്ലെങ്കിൽ സഹായവേല ചെയ്യുക എന്നർത്ഥം വരുന്ന ശൈലിയാണ് ശിങ്കിടി പാടുക. മലമറിക്കുക എന്ന് പറഞ്ഞാലോ കഠിനമായി അധ്വാനിക്കുക എന്നാണ്. ചെണ്ട കൊട്ടിക്കുക എന്ന് പറഞ്ഞാലോ പരിഹസിക്കുക, പരിഹാസ്യനാക്കി തീർക്കുക എന്നർത്ഥം വരുന്ന ശൈലിയാണ് ചെണ്ട കൊട്ടിക്കുക. ന്യായശാസ്ത്രം പഠിച്ചവൻ എന്നുള്ളതിന്റെ ഒറ്റപ്പദം ഇവിടെ ഓപ്ഷനിൽ ശരിയായ ഉത്തരമില്ല. ശരിയായ ഉത്തരം എന്താണ്? നൈയാമികൻ എന്നാണ് കേട്ടോ. നൈയാമികൻ. ന്യായശാസ്ത്രം പഠിച്ചവൻ ആരാണ്? നൈയാമികനാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഓപ്ഷനിൽ ഇല്ല. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്. നൃപ അധികം ഇന്ദ്രൻ ചേർത്തെഴുതിയാൽ ഓപ്ഷൻ എ നൃപേന്ദ്രൻ, ഓപ്ഷൻ ബി നൃപയീന്ദ്രൻ, ഓപ്ഷൻ സി നൃപീന്ദ്രൻ, ഓപ്ഷൻ ഡി നൃപയിന്ദ്രൻ. ഏതാ ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, നൃപേന്ദ്രനാണ്. ആയും ഈയും കൂടി ചേർന്നാൽ അതെന്തായി മാറും? എ എന്ന ശബ്ദമായിട്ട് മാറും. രമ അധികം ഈശനാണ് രമേശനാകുന്നത്. ഉമ അധികം ഈശനാണ് ഉമേശൻ ആകുന്നത്. ദേവ അധികം ഇന്ദ്രനാണ് ദേവേന്ദ്രൻ എന്നാകുന്നത്. ആയും ഈയും കൂടി ചേർന്നാൽ അതെന്താകും? എ ആയിട്ട് മാറും. നൃപ അധികം ഇന്ദ്രൻ നൃപേന്ദ്രൻ ആണ് ശരിയായ പ്രയോഗം. അടുത്ത ചോദ്യം. ശരിയായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡി കണ്ടെത്തുക. ലേഖകൻ ലേഖക, സിംഹം സിംഹിക, സേവകൻ സേവക, യവനൻ യവനി. ഇതിൽ ശരിയായ ജോഡി കണ്ടെത്താനാണ് ചോദ്യം. ഏതാ ശരിയായ ഉത്തരം? ഓപ്ഷൻ ഡി ആണ്, യവനൻ യവനി എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. ലേഖകൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗ രൂപം ലേഖിക എന്നാണ്. സിംഹം എന്ന വാക്കിന്റെ സ്ത്രീലിംഗ രൂപം സിംഹി എന്നാണ്. സേവകൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗ ശബ്ദം സേവിക എന്നാണ്. അപ്പോ ബാക്കി മൂന്നും തെറ്റാണ്. യവനൻ യവനി മാത്രമാണ് ശരിയായ പ്രയോഗം. അടുത്തത്. അധോമുഖൻ എന്ന വാക്കിന്റെ വിപരീതം എന്താണ്? ദുർമുഖൻ, ബഹിർമുഖൻ, സുമുഖൻ, ഉന്മുഖൻ. ഏതാ ശരിയായ ഉത്തരം? അധോമുഖൻ എന്ന് പറഞ്ഞാൽ മുഖം താഴ്ത്തിപ്പിടിച്ചവൻ എന്നാണ്. മുഖം ഉയർത്തിപ്പിടിച്ചവൻ എന്നർത്ഥം വരുന്ന വാക്ക് ഏതാ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഉന്മുഖൻ എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അടുത്ത ചോദ്യം നോക്കിക്കേ. തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏതാണ്? ഓപ്ഷൻ എ ഈ വസ്തുത പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഓപ്ഷൻ ബി സമ്മേളനത്തിൽ 2000-ഓളം പേർ പങ്കെടുത്തു. ഓപ്ഷൻ സി റോഡിൽ കാണുന്ന സീബ്ര വരകൾ പദയാത്രികർക്ക് വേണ്ടിയുള്ളതാണ്. ഓപ്ഷൻ ഡി ഉത്സവാഘോഷങ്ങൾ അതിര് കടക്കുകയും പരിധി ലംഘിക്കുകയും ചെയ്യരുത്. ഇതിൽ ശരിയായ വാക്യം ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്, റോഡിൽ കാണുന്ന സീബ്ര വരകൾ പദയാത്രികർക്ക് വേണ്ടിയുള്ളതാണ്. ഓപ്ഷൻ എയിലെ തകരാറെന്താ? പ്രത്യേകിച്ച് പറയുക, എടുത്തു പറയുക. രണ്ട് വാക്കിനും ഒരേ അർത്ഥമല്ലേ? ഏതെങ്കിലും ഒന്നേ പ്രയോഗിക്കാവൂ. ഓപ്ഷൻ ബി ഏകദേശം ഓളം. രണ്ടും കൂടി പ്രയോഗിക്കരുത്. ഒന്നുകിൽ ഏകദേശം അല്ലെങ്കിൽ ഓളം. പിന്നെ അതിര് കടക്കുക എന്ന് പറഞ്ഞാലും പരിധി ലംഘിക്കുക എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. രണ്ടും കൂടി പ്രയോഗിച്ചതാണ് ആ വാക്യത്തിലെ തകരാറ്. ശരിയായ പ്രയോഗം എവിടെ മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ സിയിൽ മാത്രമാണ് ഉള്ളത്. അടുത്തത്. കേരള സർക്കാർ നൽകുന്ന ഉന്നതമായ സാഹിത്യ പുരസ്കാരം ഏതാണ്?
വള്ളത്തോൾ പുരസ്കാരം, വയലാർ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, ഓടക്കുഴൽ പുരസ്കാരം? ഏതാ ശരിയായ ഉത്തരം? സംസ്ഥാന സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം ഓപ്ഷൻ സി ആണ്, എഴുത്തച്ഛൻ പുരസ്കാരമാണ്. 5 ലക്ഷം രൂപയാണ് പുരസ്കാരത്തിന്റെ സമ്മാനത്തുക. വള്ളത്തോൾ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക 1,11,111 രൂപയാണ്. വയലാർ അവാർഡ് 1 ലക്ഷം രൂപയാണ് അതിന്റെ സമ്മാനത്തുക. അടുത്ത ചോദ്യം നോക്കിക്കേ. ആദ്യമായി ദേശീയ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്രം ഏതാണ്? ചെമ്മീൻ, നീലക്കുയിൽ, രണ്ടിടങ്ങഴി, ന്യൂസ് പേപ്പർ ബോയ്. ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ മലയാള ചലച്ചിത്രം എന്നല്ല, ആദ്യമായി ദേശീയ പുരസ്കാരം നേടിയതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി നീലക്കുയിലാണ്. വെള്ളി മെഡലാണ് ലഭിച്ചത്. ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ മലയാള ചലച്ചിത്രം ഏതാണ്? രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത ചെമ്മീനാണ്. താഴെ പറയുന്നവയിൽ ഏത് ക്ലാസിക്കൽ നൃത്തമാണ് ജനിച്ച ഗ്രാമത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത്? കുച്ചിപ്പുടിയാണോ, കഥകളിയാണോ, ഭരതനാട്യമാണോ, മോഹിനിയാട്ടമാണോ? ഏതാണ് ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം ഓപ്ഷൻ എ കുച്ചിപ്പുടിയാണ്. ആന്ധ്രാപ്രദേശിലെ കുച്ചിപ്പുടി ഗ്രാമത്തിലാണ് ഈ നൃത്തത്തിന്റെ ജന്മം. അതുകൊണ്ട് ആ ഗ്രാമത്തിന്റെ പേര് തന്നെയാണ് കലാരൂപത്തിനും നൽകിയത്. ഓപ്ഷൻ എ ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം. MT വാസുദേവൻ നായരുടെ രണ്ടാം ഊഴം എന്ന നോവലിലെ പ്രധാന കഥാപാത്രം ആരാണ്? ഓപ്ഷൻ എ അർജുനൻ, ഓപ്ഷൻ ബി ഭീമസേനൻ, ഓപ്ഷൻ സി യുധിഷ്ഠിരൻ, ഓപ്ഷൻ ഡി കർണൻ. ഏതാ ശരിയായ ഉത്തരം? എല്ലാവർക്കും അറിയാം, ഭീമസേനൻ കേന്ദ്ര കഥാപാത്രമാകുന്ന മലയാള നോവലാണ് രണ്ടാം ഊഴം. എഴുതിയത് MT വാസുദേവൻ നായർ. കർണനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് PK ബാലകൃഷ്ണൻ എഴുതിയ നോവലാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യമില്ല, 14 ചോദ്യങ്ങളായിരുന്നു പരീക്ഷയിൽ ഉണ്ടായിരുന്നത്. അടുത്ത പരീക്ഷയിലേക്ക് കടക്കുന്നു. ഒക്ടോബർ 22 നടന്ന LD ടൈപ്പിസ്റ്റ് പരീക്ഷയിലേക്ക്. ഒന്നാമത്തെ ചോദ്യം, മലയാളത്തിൽ നിന്നുള്ള ഒന്നാമത്തെ ചോദ്യം, അത് ഇംഗ്ലീഷിലാണ് നൽകിയിരുന്നത്. വിച്ച് ഓഫ് ദി ഫോളോവിംഗ് വർക്ക്സ് ഇൻക്ലൂഡഡ് ഇൻ ദി മണിപ്രവാളം ലിറ്ററേച്ചർ? ഓപ്ഷൻ എ ജ്ഞാനപ്പാന, ഓപ്ഷൻ ബി ചന്ദ്രോത്സവം, ഓപ്ഷൻ 3 വൈശികതന്ത്രം, 4 അനന്തപുര വർണ്ണനം. മണിപ്രവാള സാഹിത്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള കൃതികൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. only 1 and 2, only 2, 3 and 4, only 1, 3 and 4, ഓപ്ഷൻ ഡി all of the above. ഏതാ? ജ്ഞാനപ്പാന എന്തിൽ ഉൾപ്പെടുന്നില്ല? മണിപ്രവാള കൃതി അല്ല. ചന്ദ്രോത്സവം ഏറ്റവും ഒടുവിലുണ്ടായ മണിപ്രവാള കൃതിയാണ്. ആദ്യത്തെ മണിപ്രവാള കൃതിയാണ് ഏത്? വൈശികതന്ത്രം. അനന്തപുര വർണ്ണനം എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? മണിപ്രവാള കൃതി തന്നെയാണ്. അതുകൊണ്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2, 3 and 4 അതാണ് ശരിയായത്. അടുത്തത്, ശരിയായ പ്രയോഗം ഏത്? അനുഗ്രഹീതൻ, അനുഗ്രഹീതൻ, അനുഗ്രഹിതൻ, അനുഗ്രഹീതൻ. ഏതാ ശരിയായ പ്രയോഗം? അനുഗ്രഹം എന്ന് എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. പക്ഷെ അനുഗ്രഹം നേടിയവൻ അനുഗ്രഹീതനല്ല, അനുഗ്രഹീതൻ എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കിക്കേ. ഉദ്യാനപാലകൻ എന്നതിന്റെ സ്ത്രീലിംഗ പദം എഴുതുക. ഉദ്യാനപാലക, ഉദ്യാനപാലകി, ഉദ്യാനപാലിനി, ഉദ്യാനപാലിക. ഏതാ ശരിയായ ഉത്തരം? ഓപ്ഷൻ ഡി ആണ്. ഉദ്യാനത്തെ പരിപാലിക്കുന്നവൾ ഉദ്യാനപാലിക എന്നാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഹിതത്തെ കാക്ഷിക്കുന്നവൻ എന്നതിന് ഒറ്റപ്പദം എഴുതുക. ഹിതേച്ചു, ഹിതപ്രണി, ഹിതൻ, ഹിതവാദി. ഹിതത്തെ കാക്ഷിക്കുന്നവൻ ആരാ? ഹിതേച്ചു. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, പുലിവാല് പിടിക്കുക എന്ന ശൈലി അർത്ഥമാക്കുന്നത് എന്താണ്? പുലിയുടെ വാലിൽ പിടിക്കുക, സ്നേഹം ഭാവിച്ച് നശിപ്പിക്കുക, സാഹസ കർമ്മത്തിൽ ഏർപ്പെടുക, ആദ്യാനുഭവത്തിൽ തന്നെ അസ്വാസ്ഥ്യമുണ്ടാകുക. പുലിവാല് പിടിക്കുക എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ സി ആണ്. സാഹസ കർമ്മത്തിൽ ഏർപ്പെടുക, വീണ്ടും വിചാരമില്ലാതെ അല്ലെ അഡ്വഞ്ചറസ് ആയിട്ട് പ്രവർത്തിക്കുക. അടുത്ത ചോദ്യം നോക്കിക്കേ. 5, 6 എന്ന പദം വിഗ്രഹിക്കുമ്പോ എന്ത് കിട്ടും? 5ഉം 6ഉം, 5ഓ 6ഓ. ഏതാ ശരി? 1 മാത്രം ശരി, 2 മാത്രം ശരി, 1ഉം 2ഉം ശരി, 2ഉം ശരിയല്ല. ഏതാ ശരിയായത്? 5, 6, 5ഓ 6ഓ, 2 മാത്രമാണ് ശരി. ഓപ്ഷൻ ബി ശരിയായ ഉത്തരം.
അടുത്ത ചോദ്യം, തീപ്പെട്ടി എന്ന വാക്ക് വിഗ്രഹിക്കുമ്പോ തീയും പെട്ടിയും, തീ കൊണ്ടുള്ള പെട്ടി, തീ പിടിച്ച പെട്ടി, തീ ഉണ്ടാക്കാനുള്ള പെട്ടി. എന്താ തീപ്പെട്ടി? തീ ഉണ്ടാക്കാനുള്ള പെട്ടിയെയാണ് തീപ്പെട്ടി എന്ന് വിളിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കിക്കേ, അവസരവാദി എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ്? അമ്പലം വിഴുങ്ങി, അഞ്ചാം പത്തി, അമ്പലക്കാള, ആലത്തൂർ കാക്ക. അവസരവാദി എന്നർത്ഥം വരുന്ന പ്രയോഗം ഏതാ? ഓപ്ഷൻ ബി ആണ് അഞ്ചാം പത്തി അവസരവാദിയാണ്. 9ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വെള്ളത്തിൽ വെട്ടിയാൽ വേർതിരിയുമോ എന്ന ചൊല്ലിന്റെ ആശയം എന്താണ്? ഓപ്ഷൻ എ, വരാനിരിക്കുന്നത് നേരത്തെ കൂട്ടി അറിയാൻ കഴിയില്ല. ഓപ്ഷൻ ബി, പ്രവൃത്തി കഴിഞ്ഞിട്ട് പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല. ഓപ്ഷൻ സി, ചിന്താശൂന്യമായ പ്രവൃത്തി. ഓപ്ഷൻ ഡി, ഒരാൾ എന്തൊക്കെ കാണിച്ചാലും മറ്റൊരാൾ ആകില്ല. ഏതാ ശരിയായ ഉത്തരം? വെള്ളത്തിൽ വെട്ടിയാൽ വേർതിരിയുമോ ഒരു ചിന്താശൂന്യമായ പ്രവൃത്തിയാണ്, ലോജിക് ഇല്ലാത്ത പ്രവൃത്തിയെയാണ് വെള്ളത്തിൽ വെട്ടിയാൽ വേർതിരിയുമോ എന്ന് പറയുന്നത്. അടുത്തത്, അന്തർഗതം എന്ന വാക്ക് പിരിച്ചെഴുതുമ്പോൾ എന്ത് കിട്ടും? അന്തർ അധികം ഗതം, അന്തസ് അധികം ഗതം, അന്ത അധികം ഗതം, അന്തഹ അധികം ഗതം. ഏതാ ശരിയായ ഉത്തരം? ഓപ്ഷൻ ബി ആണ് അന്തസ് അധികം ഗതമാണ് ചേർത്തെഴുതുമ്പോൾ അന്തർഗതം എന്നാകുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കേ, പൂജക ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക. ഓപ്ഷൻ എ പെങ്ങൾ, ഓപ്ഷൻ ബി പൂക്കൾ, ഓപ്ഷൻ സി നിങ്ങൾ, ഓപ്ഷൻ സി ശിഷ്യകൾ, ഓപ്ഷൻ ഡി നിങ്ങൾ. ഏതാ ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി നിങ്ങളാണ്. പെങ്ങൾ എന്നുള്ളത് ബഹുവചനമല്ല, ഏകവചനമാണ്. പൂക്കൾ എന്നുള്ളത് നപുംസകത്തിന്റെ ബഹുവചനമാണ്, അതുകൊണ്ടത് സലിംഗ ബഹുവചനമാണ്. ശിഷ്യകൾ എന്നുള്ളത് സ്ത്രീലിംഗത്തിന്റെ ബഹുവചനമാണ്, അതുകൊണ്ടത് സലിംഗ ബഹുവചനമാണ്. നിങ്ങൾ എന്നുള്ളതാണ് അല്ലെ, ഒരു വ്യക്തിയെ അഭിസംബോധന ചെയ്യാനായിട്ട് നിങ്ങൾ എന്ന വാക്ക് ഉപയോഗിച്ചാൽ അതെന്താണ്? പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ്. അടുത്ത ചോദ്യം, ശരിയായ വാക്യം കണ്ടെത്തുക. ഇന്നലെ മുതൽ പെയ്തു തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. ബി, രാഷ്ട്രപതി പത്നിയോടൊപ്പം എത്തിച്ചേർന്നു. ഓപ്ഷൻ സി, എന്നെ എൻ്റെ അച്ഛനാണ് വായിക്കാൻ പഠിപ്പിച്ചത്. ഓപ്ഷൻ ഡി, അവന്റെ ഭാവിയെ പറ്റി ഓർത്ത് ഞാൻ ആശങ്കാകുലനാണ്. ഇതിൽ ശരിയായ വാക്യം ഏതാണ്? ഓപ്ഷൻ ബി ആണ് രാഷ്ട്രപതി പത്നിയോടൊപ്പം എത്തിച്ചേർന്നു എന്നുള്ളതാണ് ശരിയായ വാക്യം. ഓപ്ഷൻ എയിലെ തകരാർ എന്താ? മുതൽ തുടങ്ങി അല്ലെ, രണ്ട് വാക്കും കൂടി ഒരുമിച്ച് പ്രയോഗിക്കരുത്. ഇന്നലെ തുടങ്ങിയ മഴ നിലച്ചിട്ടില്ല എന്ന് മതി. ഇതുവരെ എന്ന വാക്കും അവിടെ ഒഴിവാക്കാം, കാരണം ഞാൻ ഈ പറയുന്ന സമയത്തും മഴ നിലച്ചിട്ടില്ല. അപ്പോ ഇന്നലെ തുടങ്ങിയ അല്ലെങ്കിൽ ഇന്നലെ പെയ്തു തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. ഇവിടെ മുതൽ എന്ന വാക്കിന്റെ ആവശ്യം ഇല്ല. ഓപ്ഷൻ സി, എന്നെ എൻ്റെ അച്ഛനാണ് വായിക്കാൻ പഠിപ്പിച്ചത്. എൻ്റെ എന്ന വാക്കിന്റെ ആവശ്യമില്ല. എന്നെ അച്ഛനാണ് വായിക്കാൻ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ അച്ഛൻ എന്ന അർത്ഥം ഓൾറെഡി നമുക്ക് കിട്ടും. പിന്നെ അവന്റെ ഭാവിയെ പറ്റി ഓർത്ത് ഞാൻ ആശങ്കാകുലനാണ്. അവന്റെ പറ്റി എന്ന വാക്ക് വേണോ? വേണ്ട. അവന്റെ ഭാവിയെ ഓർത്ത് ഞാൻ ആശങ്കാകുലനാണ്, അല്ലെങ്കിൽ അവന്റെ ഭാവിയെ പറ്റി ഞാൻ ആശങ്കാകുലനാണ് എന്ന് മതിയാകും. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ശരിയായ പദം ഏത്? സ്രഷ്ടാവ്, സാമ്രാട്ട്, സ്വൈര്യം, സ്വാദിഷ്ടം. ഏതാ ശരിയായ പദം? ഓപ്ഷൻ എ ആണ് സ്രഷ്ടാവ് എന്നുള്ളതാണ് ശരിയായ പദം. സമ്രാട്ടാണ് ശരി, സാമ്രാട്ടല്ല, സമ്രാട്ട് എന്നുള്ളതാണ് ശരിയായ പദം. സ്വൈര്യം എന്നല്ല, സ്വൈരം അല്ലെ, സ്വൈരം എന്നുള്ളതാണ് ശരിയായ പദം. സ്വാദിഷ്ടം എന്നെഴുതുമ്പോഴോ സ്വാദിഷ്ടം. ഇങ്ങനെയാണ് വേണ്ടത്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യം നോക്കിക്കേ, നിലാവ് എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തതേത് എന്നാണ് ചോദ്യം. ചന്ദ്രിക, കൗമുദി, ജ്യോത്സ്ന, ചാന്തനിക. ഏതാ ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ചാന്തനികയാണ് ഉത്തരം. ചാന്തനിക എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? ചന്ദനം കൊണ്ട് നിർമ്മിച്ചത് എന്നാണ്, അല്ലാതെ അത് നിലാവിന്റെ പര്യായം അല്ല. ചന്ദ്രിക, കൗമുദി, ജ്യോത്സ്ന ഇതൊക്കെ നിലാവിന്റെ പര്യായ പദങ്ങളാണ്. അടുത്ത ചോദ്യം,
വാഗിംഗ് ദ ടെയിൽ എന്ന ശൈലിയുടെ ആശയം എന്താണ്? വാഗിംഗ് ദി ടെയിൽ എന്ന പ്രയോഗത്തിന്റെ ശരിയായ അർത്ഥം വാലുരുമ്മൽ എന്നാണ്. പക്ഷെ ഇത് വാലുരുമ്മലിനെ കുറിക്കുന്നതാണോ? അല്ല. ലോഹ്യം പറച്ചിൽ, കലഹിക്കൽ, അസൂയപ്പെടൽ. ഏതാ ശരിയായ ഉത്തരം? ലോഹ്യം പറച്ചിലിനെ കുറിക്കാനാണ് വാഗിംഗ് ദി ടെയിൽ എന്ന ശൈലി ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് ഏത്? സ്ത്രീകൾ, യുവതികൾ, ആണുങ്ങൾ, കുട്ടികൾ. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കുട്ടികളാണ്. കുട്ടികൾ എന്ന് പറയുന്നിടത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടാകാം എന്ന കാരണം കൊണ്ട് അത് അലിംഗ ബഹുവചനമാണ്. സ്ത്രീകൾ, യുവതികൾ, ആണുങ്ങൾ ഇത് മൂന്നും സലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ്. അടുത്ത ചോദ്യം, ഹ്രാസം എന്ന പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക. പ്രവാസം, മിനുസം, വികാസം, അനുവാസം. ഹ്രാസം എന്ന് പറഞ്ഞാൽ ചുരുങ്ങുക എന്നാണ്. അപ്പൊ വികസിക്കുക എന്നർത്ഥം വരുന്ന വികാസം. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. വികാസം എന്ന വാക്കിന് മറ്റൊരു വിപരീത പദം കൂടിയുണ്ട്. എന്താണ്? ചുരുങ്ങുക എന്നർത്ഥം വരുന്ന മറ്റൊരു പദം സങ്കോചം. വികാസം വിപരീതം സങ്കോചം. രണ്ടും പറയാം കേട്ടോ. ഹ്രാസം എന്ന വാക്കും സങ്കോചം എന്ന വാക്കും വികാസത്തിന്റെ വിപരീതമാണ്. അടുത്ത ചോദ്യം, പാണിയും പാദവും സമാസിക്കുമ്പോൾ എന്ത് കിട്ടും? പാണിപാദം, പാണിപാദങ്ങൾ. ഒന്ന് മാത്രം ശരി, രണ്ട് മാത്രം ശരി, ഒന്നും രണ്ടും ശരി, ഒന്നും രണ്ടും ശരിയല്ല. പാണിയും പാദവും എന്ത് കിട്ടും സമാസിക്കുമ്പോൾ? പാണിപാദങ്ങൾ എന്നാണ്. രണ്ടാണ് ശരിയായ ഉത്തരം. രണ്ട് മാത്രം ശരി. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. പാണി കൈയാണ്, പാദം കാലാണ്. പാണിപാദങ്ങൾ, പാണിയും പാദവും. അടുത്തത്, കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? വല്ലകി, വിപാദിക, വിഭഞ്ചിക, പരിവാദിനി. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? മൂന്ന് വാക്കുകൾ വീണയുടെ തന്നെ പര്യായ പദമാണ്. ഒന്ന് ഇതിൽ പെടാത്തതാണ്. ശരിയായ ഉത്തരം വിപാദികയാണ്. വിപാദിക എന്ന വാക്കിന് കടങ്കഥ എന്നാണ് അർത്ഥം. വല്ലകി, വിഭഞ്ചിക, പരിവാദിനി ഇത് മൂന്നും വീണയുടെ തന്നെ പര്യായ പദങ്ങളാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. പ്ലേ ടു ദി ഗ്യാലറി എന്ന ശൈലിയുടെ ആശയം എന്താണ്? കരുതിയിരിക്കുക, ആകെ നശിപ്പിക്കുക, അപകടകരമായ എന്തെങ്കിലുമായി ബന്ധപ്പെടുക, മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ തരംതാണ രീതിയിൽ പെരുമാറുക. ഏതാ ശരിയായ ഉത്തരം? പ്ലേ ടു ദി ഗ്യാലറി. ഓപ്ഷൻ ഡി ആണ്. മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ തരംതാണ രീതിയിൽ പെരുമാറുന്നതിനെയാണ് പ്ലേ ടു ദി ഗ്യാലറി എന്ന് പ്രയോഗിക്കുന്നത്. ശരിക്കും മറ്റുള്ള കളിക്കാർക്ക് വേണ്ടി കൂടി വേണം, അല്ലെങ്കിൽ കളിക്ക് വേണ്ടി വേണം കളിക്കാൻ, അല്ലാതെ കാണുന്നവർക്ക് വേണ്ടി കളിക്കരുത് എന്ന് പറയാറുണ്ട്. അപ്പോ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, അല്ലെങ്കിൽ നമ്മുടെ പരീക്ഷയിലെ ഈ പരീക്ഷയിലെ അവസാനത്തെ ചോദ്യം, ടൈപ്പിസ്റ്റ് പരീക്ഷയിലെ അവസാനത്തെ ചോദ്യം, വൻ കാര്യങ്ങൾ സാധിക്കാൻ നിസ്സാരന്മാർ മതിയായേക്കും എന്നർത്ഥം വരുന്ന ശൈലി അല്ലെങ്കിൽ ചൊല്ല് ഏതാണ്? മലയും മണ്ണാങ്കട്ടയും സമമാണോ? മലയുടെ ഉയരം മലയ്ക്കറിയാമോ? മലയെ മല താങ്ങും മണ്ണാങ്കട്ട താങ്ങുമോ? മല തുളയ്ക്കാൻ ചുറ്റുളി പോരെ. ഏതാ ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇത്രയും വലിയ മലയെ തുളയ്ക്കാൻ എന്തു മതി? ഒരു ഉളി മതിയാകും എന്നുള്ളതാണ്. വലിയ കാര്യങ്ങൾ നേടാൻ നിസ്സാരമായ ഒരു ഉപകരണത്തിന് പോലും സാധിച്ചേക്കും. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത പരീക്ഷ ഏതായിരുന്നു? മെയ് മാസം 21 നടന്ന ഓഫീസ് അറ്റൻഡന്റ് പരീക്ഷയായിരുന്നു. 54/2025 ആയിരുന്നു പരീക്ഷയുടെ കോഡ്. ഒന്നാമത്തെ മലയാള ചോദ്യം ഇതായിരുന്നു. താഴെ തന്നിരിക്കുന്നതിൽ എല്ലാ പദവും ശരിയായിട്ടുള്ളത് ഏതാണ്? പാടവം, അതിർത്തി, പഠിതാവ്, വ്യവസ്ഥ, സൃഷ്ടാവ്, ഹാർദം, ശൃംഖല, നിഷ്ഠ, യഥാതഥം. ഇതിൽ എല്ലാ പദങ്ങളും ശരിയായിട്ടുള്ളത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം ശരിയാണ്. ഇവിടെ തെറ്റുണ്ട്. വ്യവസ്ഥ എന്ന വാക്ക് എഴുതിയിരിക്കുന്നത് ശരിയാണ്, പക്ഷെ സൃഷ്ടാവല്ല. നമ്മൾ പറഞ്ഞിരുന്നു സൃഷ്ടാവാണ് ശരിയായ ഉത്തരം. അതുപോലെ ഹാർദം എന്ന വാക്കില് 2 ദ വേണ്ട, 1 ദ മതി. ഹാർദം ഇങ്ങനെയാണ് എഴുതേണ്ടത്. കിട്ടിയല്ലോ. അപ്പോ 1ഉം 3ലെയും എല്ലാ വാക്കുകളും ശരി, 2ലെ 2ഉം 3ഉം തെറ്റ്. അടുത്ത ചോദ്യം ഇതാണ്. മഹോന്നതം എന്ന വാക്ക് പിരിച്ചെഴുതിയാൽ എന്താണ് കിട്ടുക? മഹഹ അധികം ഉന്നതം, മഹത അധികം ഉന്നതം, മഹോ അധികം ഉന്നതം,
മഹാ അധികം ഉന്നതം. നമുക്കറിയാം ആയും ഊവും കൂടി ചേരുമ്പോഴാണ് ഓ എന്ന ശബ്ദം ഉണ്ടാകുന്നത്. അപ്പോ മഹാ അധികം ഉന്നതമാണ് എന്താകുന്നത്? മഹോന്നതം എന്ന് ആകുന്നത്. ഓപ്ഷൻ ഡി ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം ഇതാണ്. ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടായിട്ടും അനന്തുവിന് വിജയിക്കാനായില്ല. അടിവരയിട്ടിരിക്കുന്ന പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക. സ്വാധീനം എന്ന വാക്കിന്റെ വിപരീത പദം അസ്വാധീനമാണോ, അന്യാധീനമാണോ, പരാധീനമാണോ, സുസ്വാധീനമാണോ? സ്വാധീനം എന്ന വാക്കിന്റെ വിപരീതം ഏതാണ്? അന്യാധീനവും പരാധീനവും സ്വാധീനത്തിന്റെ വിപരീതമായിട്ട് വരാം. എക്സാം ആൻസർ കീയിൽ കൊടുത്തിരുന്നത് പരാധീനമായിരുന്നു. അടുത്ത ചോദ്യം ഇതാണ്. മേദിനി എന്ന വാക്കിന് സമാനമായ പദം ഏതാണ്? ശരീരം, സുന്ദരി, ആകാശം, ഭൂമി. മേദിനി എന്ന വാക്കിന്റെ പര്യായം അല്ലെങ്കിൽ അർത്ഥം എന്താണ്? ഭൂമി എന്നാണ് കേട്ടോ. മേദിനി ഭൂമിയുടെ പര്യായ പദമാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. വിലക്കി അധികം ഇല്ല. ഇത് ചേർത്തെഴുതിയാൽ വിലക്കില്ല, വിലക്കയില്ല, വിലക്കുകയില്ല, വിലക്കിയില്ല. ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. വിലക്കി അധികം ഇല്ല, വിലക്കിയില്ല. വിലക്കില്ല എന്നുള്ളത് എങ്ങനെ പിരിച്ചെഴുതാം? വിലക്ക് അധികം ഇല്ല, അതാണ് വിലക്കില്ല എന്നാകുന്നത്. വിലക്കയില്ല, വിലക്ക അധികം ഇല്ല, അതാണ് എന്താകുന്നത്? വിലക്കയില്ല എന്ന് ആകുന്നത്. പിന്നെ വിലക്കുക അധികം ഇല്ല, വിലക്കുക അധികം ഇല്ല, അതാണ് എന്താകുന്നത്? വിലക്കുകയില്ല എന്ന് ആകുന്നത്. വിലക്കി അധികം ഇല്ല, വിലക്കിയില്ല. അടുത്ത ചോദ്യം. തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏതാണ്? ഓപ്ഷൻ എ, ജയിൽ മോചനത്തിന് ശേഷം 10 വർഷങ്ങളോളം അയാൾ ജീവിച്ചിരുന്നു. ഓപ്ഷൻ ബി, ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം 10 വർഷങ്ങളോളം അയാൾ ജീവിച്ചിരുന്നു. സി, ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം 10 വർഷം അയാൾ ജീവിച്ചിരുന്നു. ഓപ്ഷൻ ഡി, ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം 10 വർഷത്തോളം അയാൾ ജീവിച്ചിരുന്നു. ഇതിലെ ശരിയായ വാക്യം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്. ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം 10 വർഷം അയാൾ ജീവിച്ചിരുന്നു എന്നാണ്. സംഖ്യാശബ്ദം വിശേഷണമായിട്ട് വരുമ്പോൾ നപുംസകങ്ങളോടൊപ്പം എന്ത് ചേർക്കണ്ട? ബഹുവചന പ്രത്യയം ചേർക്കണ്ട. വർഷങ്ങൾ എന്നിവിടെയുണ്ട്, ഇവിടെയും 10 വർഷങ്ങൾ എന്നുണ്ട്. വേണ്ട, ഇവിടെ ഏകദേശം, ഓളം എന്ന വാക്കുണ്ട് അല്ലെ. അപ്പൊ ഈ വക കാരണങ്ങൾ കൊണ്ടാണ് എയും ബിയും ഡിയും തെറ്റായത്. ശരിയായത് ഓപ്ഷൻ സി മാത്രമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ശരിയായ സ്ത്രീലിംഗ ശബ്ദമുള്ളവ കണ്ടെത്തുക. 1 രക്ഷകൻ, രക്ഷിക. 2 സ്വാമി, സ്വാമിജി. 3 കാന്തൻ, കാന്ത. ശരിയായതേത് എന്നാണ് ചോദ്യം. 1ഉം 2ഉം, 1ഉം 3ഉം, 2ഉം 3ഉം, 1ഉം 2ഉം 3ഉം. ഏതാ ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉമാണ് ശരി. സ്വാമി എന്ന വാക്കിന്റെ സ്ത്രീലിംഗ പദം സ്വാമിനി എന്നാണ്. അടുത്ത ചോദ്യം. ഒറ്റപ്പദം കണ്ടെത്തുക. കാണുന്നയാൾ പ്രേക്ഷകനാണോ, പ്രേക്ഷിതനാണോ, പ്രേക്ഷിതനാണോ, പ്രേക്ഷകനാണോ? കാണുന്നയാൾ എന്നുള്ളതിന്റെ ഒറ്റപ്പദം പ്രേക്ഷകൻ. ഓപ്ഷൻ ഡി ആണ് ശരിയായ പ്രയോഗം. അടുത്ത ചോദ്യം നോക്കിക്കേ. ടെറിറ്റോറിയൽ ഡോമിനേഷൻ എന്നത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ എന്താണ് കിട്ടുക? സർവാധിപത്യം, വിദേശാധിപത്യം, പ്രാദേശികാധിപത്യം, ഭീകരാധിപത്യം. ടെറിറ്റോറിയൽ ഡോമിനേഷൻ എന്താണ്? പ്രാദേശികാധിപത്യമാണ് കേട്ടോ, പ്രാദേശികാധിപത്യം. അടുത്ത ചോദ്യം. ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏതാണ്? കടന്നൽ കൂട്ടിൽ കല്ലെറിയരുത്, ഇറക്കമുണ്ടെങ്കിൽ ഏറ്റവുമുണ്ട്, ഉണ്ട ചോറ്റിൽ കല്ലിടരുത്, കനൽ കട്ടയിൽ ഉറുമ്പരിക്കുക. ഏതാണ് ശരിയായ ഉത്തരം? ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത്, ഉണ്ട ചോറ്റിൽ കല്ലിടരുത്, അതാണ് ശരിയായ പ്രയോഗം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ഇതാണ്. രാമായണ മാട്ടക്കഥ രചിച്ചത് ഇവരിൽ ആരാണ്?
ഉണ്ണായി വാര്യർ, കോട്ടയത്ത് തമ്പുരാൻ, കൊട്ടാരക്കര തമ്പുരാൻ, ധർമ്മരാജ. ഇവരിൽ ആരാണ് രാമായണ ആട്ടക്കഥ രചിച്ചത്? ഓപ്ഷൻ സി, കൊട്ടാരക്കര തമ്പുരാനാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, കേരള നടനം എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഓപ്ഷൻ എ ഗുരു ഗോപിനാഥ്, ഓപ്ഷൻ ബി ജയദേവൻ, ഓപ്ഷൻ സി ഷീബ കൃഷ്ണകുമാർ, ഓപ്ഷൻ ഡി മാനവേദൻ രാജ. ആരാണ് കേരള നടനം എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ്? ഗുരു ഗോപിനാഥാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ജയദേവന്റെ ഗീതാ ഗോവിന്ദം ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണോ, രാമപുരത്തു വാര്യരാണോ, വൈലോപ്പിള്ളി ശ്രീധരമേനോനാണോ, ജോസഫ് മുണ്ടശ്ശേരിയാണോ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് ഗീതാ ഗോവിന്ദം ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. അടുത്ത ചോദ്യം, അത്രയും ചോദ്യമാണ് നമ്മുടെ പരീക്ഷയിൽ ഉണ്ടായിരുന്നത്. അടുത്ത പരീക്ഷയിലേക്ക് കടക്കുന്നു. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പരീക്ഷ ഓഗസ്റ്റ് മാസം 30 നടന്നത്. 109/2025 പരീക്ഷയുടെ കോഡ്. ഒന്നാമത്തെ മലയാള ചോദ്യം ഇതാണ്. ഉണ്ണിയാടി ചരിതം എന്ന കൃതി ആരാണ് എഴുതിയത്? രയരമ്പില്ല, ദാമോദര ചാക്യാര്, കേരളവർമ്മ, അപ്പൻ തമ്പുരാൻ. ഇവരിൽ ആരാണ് ഉണ്ണിയാടി ചരിതം എന്ന കൃതി എഴുതിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ദാമോദര ചാക്യാരാണ് കൃതിയുടെ രചയിതാവ്. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏതാണ്? അടിമത്വം, പ്രവൃത്തി, വിമ്മിട്ടം, പീഡനം. ഏതാ ശരിയായ ഉത്തരം? വിമ്മിഷ്ടം എന്ന് നമ്മളൊക്കെ പറയൂ അല്ലെ, അസ്വസ്ഥത എന്നർത്ഥം വരുന്ന വാക്ക്. തെറ്റാണ്. വിമ്മിട്ടം എന്നുള്ളതാണ് ശരിയായ പദം. അടുത്തത്, അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏതാ? ഉപ്പുകൂട്ടി തിന്നുക, ഇലയിട്ട് ചവിട്ടുക, ഉണ്ട ചോറ്റിൽ മണ്ണിടുക, ഇരയിട്ട് മീൻ പിടിക്കുക. ഏതാണ് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി? ഓപ്ഷൻ ബി ആണ്. ഇലയിട്ട് ചവിട്ടുക എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കിക്കേ. മഹത അധികം ചരിതം എന്നത് ശരിയായി ചേർത്തെഴുതുന്നത് എങ്ങനെ? മഹശ്ചരിതം, മഹച്ചരിതം, മഹച്ചരിതം, മഹച്ചരിതം. ഏതാ ശരിയായ ഉത്തരം? തായും ചായും കൂടി ചേർന്നാൽ ഇരട്ടിച്ച ചകാരമാകും എന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ, ചലത അധികം ചിത്രം ചലച്ചിത്രം, ശരത അധികം ചന്ദ്രൻ ശരചന്ദ്രൻ, മഹത അധികം ചരിതം മഹച്ചരിതം എന്ന് കിട്ടുന്നു. അടുത്ത ചോദ്യം നോക്കിക്കേ. വണ്ട് എന്നർത്ഥം വരാത്ത പദം ഏതാണ്? പിപീലിക, ഭ്രമരം, ഭൃംഗം, അളി. ഇതിൽ ഏതോ ഒരു വാക്ക് വണ്ടിന്റെ പര്യായമല്ല. അതേതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ പിപീലികയാണ്. പിപീലിക ഉറുമ്പിന്റെ പര്യായമാണ്. ബാക്കി മൂന്നും വണ്ടിന്റെ പര്യായമാണ്. അടുത്ത ചോദ്യം ഇതാണ്. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ എ ഏകദേശം 50ഓളം ആൾക്കാർ പ്രകടനത്തിന് വന്നു. ഓപ്ഷൻ ബി അവർ തോറ്റതിന് കാരണം പഠിക്കാത്തത് കൊണ്ടാണ്. ഓപ്ഷൻ സി വായനാ ദിനത്തിൽ വിദ്യാർത്ഥികൾക്കായി സാഹിത്യ മത്സരങ്ങൾ നടത്താറുണ്ട്. ഓപ്ഷൻ ഡി കുട്ടികൾ സ്കൂൾ അടച്ചാൽ നാളെ മുതൽ കളി തുടങ്ങും. ഇതിൽ ഏതാ ശരിയായ വാക്യം? ഇതിൽ ശരിയായ വാക്യമില്ല. 4ഉം തെറ്റാണ്. ഏകദേശം 50ഓളം, ഏകദേശം ഓളം രണ്ടും കൂടി ഒരു വാക്യത്തിൽ പ്രയോഗിക്കരുത്. അതുപോലെ അവർ തോറ്റതിന് കാരണം പഠിക്കാത്തത് കൊണ്ടാണ്, കാരണം കൊണ്ടാണ്, രണ്ടിനും ഒരേ അർത്ഥം, രണ്ടും കൂടി ഒരു വാക്യത്തിൽ പ്രയോഗിക്കരുത്. വായനാ ദിനത്തിൽ വിദ്യാർത്ഥികൾക്കായി സാഹിത്യ മത്സരങ്ങൾ. വായനാ ദിനമല്ല, വായന ദിനം. ഇനി 2 വാക്കായിട്ട് എഴുതുകയാണെങ്കിൽ ഇവിടെ ഒരു സ്പേസ് ഇടുമ്പോ വായന എന്ന് ദീർഘം വരരുത്. ഓപ്ഷൻ സിയും തെറ്റ്. കുട്ടികൾ സ്കൂൾ അടച്ചാൽ, കുട്ടികളല്ല സ്കൂൾ അടയ്ക്കുന്നത്. ഈ വാക്യം എങ്ങനെ ശരിയാക്കാം? സ്കൂൾ അടച്ചാൽ നാളെ മുതൽ കുട്ടികൾ കളി തുടങ്ങും. കുട്ടികൾ എന്ന വാക്ക് എവിടെയാണ് വേണ്ടത്? കളി തുടങ്ങും എന്നതിന് മുൻപാണ് കുട്ടികൾ എന്ന പദം വരേണ്ടത്. കിട്ടിയല്ലോ. അപ്പൊ ഇവിടെ ശരിയായ ഉത്തരം ഇല്ല. അടുത്ത ചോദ്യം നോക്കിക്കേ. ഗർഹണീയം എന്ന വാക്കിന്റെ ശരിയായ വിപരീത പദം ഏത്?
അഗർഹണീയം, സ്പൃഹണീയം, സുഗർഹണീയം, സ്മരണീയം. ഏതാ ശരിയായ ഉത്തരം? ഗർഹണീയം എന്നതിന്റെ ശരിയായ വിപരീത പദം സ്പൃഹണീയമാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. വെറുക്കപ്പെടേണ്ടത് ഗർഹണീയം, ആശ്ലേഷിക്കപ്പെടേണ്ടത് സ്പൃഹണീയം. അടുത്ത ചോദ്യം ഇതാണ്. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ബഹുത്വത്തെ സൂചിപ്പിക്കുന്ന പദം ഏതാണ്? സ്വാമികൾ, അവർകൾ, നമ്മൾ, ഗുരുക്കൾ. ഇതിൽ ഏതോ ഒരു വാക്ക് ബഹുത്വത്തെ കുറിക്കുന്നു, ബാക്കി മൂന്നും അർത്ഥം കൊണ്ട് ഏകവചനമാണ്. ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ സി ആണ്. നമ്മൾ എന്നുള്ളത് ബഹുത്വത്തെ കുറിക്കുന്നു. ഇത് അലിംഗ ബഹുവചനമാണ്. നമ്മൾ എന്ന് പറയുന്നിടത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടാകാം. സ്വാമികൾ, അവർകൾ, ഗുരുക്കൾ ഇത് മൂന്നും പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. കൊലയാനയുള്ളപ്പോൾ കുഴിയാന മതിക്കുക എന്ന പഴഞ്ചൊല്ലിന്റെ ആശയം എന്താണ്? ആപത്തു വരുമെന്ന് വിചാരിച്ച് ഭയന്നിരിക്കുക, സ്വന്തം ശക്തി മറന്നു പ്രവർത്തിക്കുക, സ്വയം മറന്ന് അഹങ്കരിക്കുക, ശക്തരുള്ളപ്പോൾ ദുർബലർ അഹങ്കരിക്കുക. കൊലയാനയുള്ളപ്പോൾ കുഴിയാന മതിക്കുക. ഏതാണ്? ശക്തരുള്ളപ്പോൾ ദുർബലർ അഹങ്കരിക്കുക. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം ഇതാണ്. ദിങ്മുഖം എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? ദിഗ് അധികം മുഖം, ദിങ് അധികം മുഖം, ദിഗ് അധികം മുഖം, ദിങ് അധികം മുഖം. ദിങ്മുഖം എന്ന വാക്ക് എങ്ങനെ പിരിച്ചെഴുതാം? ദിക് അധികം മുഖമാണ് എന്താകുന്നത്? ദിങ്മുഖമാകുന്നത്. ഉത്തരപദത്തിന്റെ അതിൽ അനുനാസിക വർണ്ണം വന്നാൽ പൂർവപദത്തിന്റെ ഒടുവിലുള്ള ഖരവർണ്ണത്തെ കൂടി അത് അനുനാസികമാക്കി മാറ്റും എന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. വാങ്മയം, വാഗ് അധികം മയം ചേർത്തെഴുതുമ്പോഴോ വാങ്മയം എന്ന് വരുന്നു. ഇതേ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അടുത്ത ചോദ്യം. ബ്രീവിറ്റി എന്ന പദത്തിന്റെ ശരിയായ മലയാള അർത്ഥം എന്താണ്? കൃത്യത, വിശ്വസ്തത, സംക്ഷിപ്തത, ആത്മാർത്ഥത. ബ്രീവിറ്റി, ബ്രേവിറ്റി അല്ല കേട്ടോ. ബ്രേവ് എന്ന് പറഞ്ഞാൽ ധൈര്യമാണ്. ഇവിടെ ബ്രീവ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബ്രീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംഗ്രഹിക്കുക അല്ലെങ്കിൽ സംക്ഷിപ്തമാക്കുക എന്നാണ്. അപ്പൊ ബ്രീവിറ്റി സംക്ഷിപ്തത എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അടുത്ത ചോദ്യം ഇതാണ്. ഇല്ല, ഇത്രയും ചോദ്യങ്ങളാണ് 2025 മലയാളവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ PSC പരീക്ഷയിൽ വന്ന പ്രധാനപ്പെട്ട മലയാളം ചോദ്യങ്ങളാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇതിലെ പല ചോദ്യങ്ങളും ഇനി വരുന്ന പരീക്ഷയിലും ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. നോട്ട് എഴുതി വച്ചോളൂ. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് പ്രയോജനകരമായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഇതിന്റെ വിശദീകരണം ഉള്ളടങ്ങിയ ക്ലാസ്സുകളുമായിട്ടൊക്കെ നമ്മൾ വീണ്ടും വരുന്നതാണ്. ഇന്നത്തേക്ക് അവസാനിപ്പിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.